നമസ്കാരം, ഗുഡ് മോർണിംഗ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും രാവിലെയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. കേരളത്തിൽ അങ്ങനെ മുഖ്യമന്ത്രി ചർച്ചകളൊക്കെ പുരോഗമിക്കുകയാണ്. ഇന്ന് മുതിർന്ന നേതാക്കളുമായി ഡൽഹിയിൽ ഹൈക്കമാൻഡ് കൂടിക്കാഴ്ച നടത്തുകയാണ്. പ്രധാനപ്പെട്ട ചർച്ചകൾ നടക്കുകയാണ്. തമിഴ്നാട്ടിലേക്ക് പോകുമ്പോൾ അവിടെ ഇന്ന് സ്പീക്കർ തെരഞ്ഞെടുപ്പാണ്. അതുപോലെ തന്നെ മെയ് 15-ന് ഇന്ധനവില വർദ്ധിക്കുകയാണ്. അങ്ങനെ നിരവധി പ്രധാനപ്പെട്ട വാർത്തകളുള്ള ഒരു ദിവസമാണിന്ന്. അതിലേക്കൊക്കെ നമുക്ക് വിശദമായി പോകാം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. മുഖ്യമന്ത്രി ചർച്ചകൾ ഇന്നും തുടരും. മുൻ KPCC അധ്യക്ഷന്മാരും വർക്കിംഗ് പ്രസിഡന്റുമാരും ഡൽഹിയിൽ. മുതിർന്ന നേതാക്കളെയും വിളിപ്പിച്ചു. പ്രഖ്യാപനം 2 ദിവസത്തിനകം. മൂന്ന് ദിവസത്തെ CPM നേതൃയോഗങ്ങൾക്ക് ഇന്ന് തുടക്കം. പ്രതിപക്ഷ നേതാവ് ആരാകുമെന്നതിൽ തീരുമാനമുണ്ടാകും. തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയിൽ നിന്ന് കരകയറാൻ വഴികൾ തേടും. ഉപനേതാവെന്ന CPIയുടെ ആവശ്യവും ചർച്ചയ്ക്ക്. ഇന്ധനവില വർധന 3 ദിവസത്തിനകം 5 രൂപ വരെ കൂട്ടാൻ സാധ്യത. ഉപയോഗം കുറയ്ക്കാൻ പൗരന്മാരുടെ പിന്തുണ ആവർത്തിച്ചാവശ്യപ്പെട്ട് പ്രധാനമന്ത്രി. TVK സർക്കാരിന് നിയമസഭയിൽ ഇന്ന് നിർണായകം. സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഇന്ന്. JCD പ്രഭാകർ TVK സ്ഥാനാർത്ഥി. M രവിശങ്കർ ഡെപ്യൂട്ടി സ്പീക്കറാകും. അസമിൽ ഇന്ന് സത്യപ്രതിജ്ഞ. ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിൽ 19-അംഗ മന്ത്രിസഭ അധികാരമേൽക്കും. ഗുവാഹത്തിയിലെ വെറ്റിനറി കോളേജ് ഗ്രൗണ്ടിലെ ചടങ്ങിൽ പ്രമുഖരെത്തും. അടുത്ത 5 ദിവസങ്ങളിൽ സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കാറ്റിനെയും കരുതണമെന്ന് കാലാവസ്ഥാ വകുപ്പ്. മഴയ്ക്ക് കാരണം ലക്ഷദ്വീപിന് മുകളിലുള്ള ചക്രവാത ചുഴി. കടലാക്രമണത്തിനും സാധ്യത. തീരത്ത് ജാഗ്രതാ നിർദ്ദേശം. പ്രധാനമന്ത്രി ലോക പര്യടനത്തിന് വെള്ളിയാഴ്ച UAE-യിലേക്ക് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തും. പര്യടനം 20 വരെ. പശ്ചിമേഷ്യൻ സംഘർഷത്തിലായവില്ല. അടുത്തയാഴ്ചത്തെ ഇറാൻ-US ചർച്ച അനിശ്ചിതത്വത്തിൽ. ഇറാന് നേരെ കടുത്ത ഭീഷണിയുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വെടിനിർത്തൽ കരാർ അതീവ ഗുരുതരാവസ്ഥയിലെന്ന് മുന്നറിയിപ്പ്. US നിർദ്ദേശങ്ങളോട് ഇറാന്റെ പ്രതികരണം വിഡ്ഢിത്തം. കോൺഗ്രസ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിന് മുന്നോടിയായി സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളുമായി ഹൈക്കമാൻഡ് നേതൃത്വം ഇന്ന് കൂടിക്കാഴ്ച നടത്തുകയാണ്. മുൻ KPCC അധ്യക്ഷന്മാരും വർക്കിംഗ് പ്രസിഡന്റുമാരും ഡൽഹിയിലെത്തി. കൂടിയാലോചനകൾക്ക് ശേഷം തർക്കങ്ങൾ ഒഴിവാക്കി മുഖ്യമന്ത്രിയെ കോൺഗ്രസ് അധ്യക്ഷൻ തന്നെ 2 ദിവസത്തിനുള്ളിൽ പ്രഖ്യാപിച്ചേക്കുമെന്നാണ് സൂചന. ഇന്നാണ് ഡൽഹിയിൽ നിർണായകമായ ചർച്ച നടക്കുന്നത്. മുതിർന്ന നേതാക്കളുമായി ഹൈക്കമാൻഡ് ചർച്ചകൾ നടത്തുകയാണ്. ഇതിലൊരു അന്തിമ തീരുമാനം ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഹൈക്കമാൻഡിന്റെ ഒരു അന്തിമ തീരുമാനം ഇന്നോ നാളെയോ ആയി തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. മുഖ്യമന്ത്രി ആരായിരിക്കും എന്നതിൽ നാളെ ഒരു പ്രഖ്യാപനം ഉണ്ടായേക്കാം, അല്ലെങ്കിൽ ഇന്നത്തോടെ ഒരു പ്രഖ്യാപനം ഉണ്ടായേക്കാം എന്ന് തന്നെ വേണം പ്രതീക്ഷ മുന്നോട്ട് വയ്ക്കാൻ. മല്ലികാർജ്ജുൻ ഖാർഗെ തന്നെ ഒരുപക്ഷെ മുഖ്യമന്ത്രി ആരാണെന്ന് ഉള്ള പ്രഖ്യാപനം നടത്തുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കേരളത്തിന് മുഖ്യമന്ത്രി സ്ഥാനം പ്രതീക്ഷിച്ചിരിക്കുന്നവരെ ഒന്നിച്ചിരുത്തി റിലാക്സ് ആകൂ, ഞങ്ങൾക്ക് തീരുമാനമെടുക്കാമെന്ന് ഉപദേശിച്ച രാഹുൽ ഗാന്ധി നിലവിൽ കൂളല്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അദ്ദേഹവും വളരെയധികം സമ്മർദ്ദത്തിലാണ്. കാരണം അത്രയധികം ഇമെയിൽ അടക്കം അവിടേക്ക് എത്തുന്നു എന്നുള്ള വാർത്തകളൊക്കെയാണ് പുറത്തു വരുന്നത്. വളരെ നിർണായകമായൊരു ചർച്ചയാണിന്ന് ഡൽഹിയിൽ നടക്കുന്നത്. ഹൈക്കമാൻഡുമായി KPCC മുൻ അധ്യക്ഷന്മാരും മുതിർന്ന നേതാക്കളും അടക്കം ആ ചർച്ചയിൽ പങ്കെടുക്കുന്നു. അവരുടെ അടക്കം അഭിപ്രായം തേടിക്കൊണ്ടാകും ഇനി മുഖ്യമന്ത്രി ആര് എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുക എന്ന് വേണം മനസ്സിലാക്കാൻ. ഡാൻ കുര്യൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഡാൻ, ഗുഡ് മോർണിംഗ്. ഇന്ന് മുതിർന്ന നേതാക്കളുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടക്കുകയാണ്. പ്രധാനപ്പെട്ട നിർണായകമായ ചർച്ചകൾ നടക്കുകയാണ്. അതായത് ഒരു അന്തിമ തീരുമാനം വരുമ്പോൾ അത് ഹൈക്കമാൻഡിന്റെ തീരുമാനം മാത്രമല്ല, ഒരു കൂട്ടായി എടുത്ത തീരുമാനമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു നീക്കം കൂടിയാണ് ഇന്ന് ഡൽഹിയിൽ നടക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്നോ നാളെയോ ആയി മുഖ്യമന്ത്രി ആരെന്നുള്ള പ്രഖ്യാപനം ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാമോ? ഡൽഹിയിലെത്താനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്ന് മാത്രമാണ് മുൻ PCC അധ്യക്ഷന്മാരും മുതിർന്ന കോൺഗ്രസ് നേതാക്കളും അടക്കം വ്യക്തമാക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്, അതായത് ഒരു കൂട്ടായ കൂടിയാലോചനകൾക്കാണോ അതോ ഒറ്റയ്ക്കൊറ്റയ്ക്ക് അവരുടെ അഭിപ്രായം തേടാനാണോ എന്ന കാര്യത്തിലൊന്നും ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല. എന്നാലും ഇത് രണ്ടും ഉണ്ടായേക്കുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്.
ഈ മുതിർന്ന നേതാക്കളെ തനിച്ച് മല്ലികാർജ്ജുന ഖാർഗെയും രാഹുൽ ഗാന്ധിയും കണ്ടേക്കാം. അതിനുശേഷം അവരെ ഒരുമിച്ചിരുത്തിക്കൊണ്ട് ഹൈക്കമാൻഡിന്റെ തീരുമാനം അവരോട് വിശദീകരിക്കുകയാകാം. അങ്ങനെ ഒരു നീക്കത്തിലേക്കായിരിക്കാം പോവുക. എന്തായാലും ഒരു സമമായ നീക്കം ഉണ്ടാകുന്നു, ഉരുത്തിരിയുന്നു ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്ന് സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ആരാകണമെന്ന കാര്യത്തിൽ എന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. കാരണം ഇനി അങ്ങോട്ടൊരു തെരുവിൽ പ്രതിഷേധങ്ങൾ അലയടിക്കുന്ന തരത്തിലേക്ക് ഒരു തീരുമാനവുമായി മുമ്പോട്ട് പോയാൽ അതുണ്ടാക്കാനിടയുള്ള രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു പൊതു സ്വീകാര്യതയുള്ള മുഖം മുഖ്യമന്ത്രി പദത്തിലേക്ക് ഉയർന്നു വരുമെന്ന വിവരങ്ങൾ കൂടിയാണ് ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്ന് ഒടുവിൽ ലഭ്യമാകുന്നത്. അത്തരം സൂചനകളാണ് ലഭിക്കുന്നത്. കാരണം KC വേണുഗോപാലിനെ കേരളത്തിലേക്ക് മുഖ്യമന്ത്രിയായി കൊണ്ടുവരാനുള്ള നീക്കത്തിനെതിരെ ഒരു വിഭാഗം വലിയ എതിർപ്പുമായി രംഗത്ത് വരികയും തെരുവിൽ അത് വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഈ ചർച്ചകൾ അനിശ്ചിതത്വത്തിലേക്ക് നീങ്ങിയത്. തെരഞ്ഞെടുപ്പിന് ഫലം പ്രഖ്യാപിച്ച് 8ാം ദിവസമാണിന്ന്. 8 ദിവസമായിട്ടും മുഖ്യമന്ത്രി എവിടെയെന്ന ചോദ്യത്തിന് വ്യക്തമായൊരു ഉത്തരം നൽകാൻ കഴിയാത്തത് ഘടകകക്ഷികളെയും കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെയും എല്ലാം ഒരുപോലെ അത് അസംതൃപ്തിയിൽ ആക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഈ തർക്കങ്ങൾ നീണ്ടതാണ് ഇത് പ്രഖ്യാപനം വൈകാൻ കാരണമായി മാറിയത്. അതുകൊണ്ട് തന്നെ പാർട്ടിക്കും പൊതുസമൂഹത്തിലും അവമതിപ്പുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു നീക്കമായി ഇത് മാറാതെ എത്രയും പെട്ടെന്ന് തന്നെ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കണമെന്ന നിഗമനത്തിൽ തന്നെയാണ്, വിലയിരുത്തൽ തന്നെയാണ് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം. അതുകൊണ്ട് നാളെ ആയിരിക്കാം, ഇന്ന് വൈകുന്നേരമോ അല്ലെങ്കിൽ നാളെയോ പ്രഖ്യാപനം പ്രതീക്ഷിക്കാമെന്ന സൂചനകളാണ് ലഭിക്കുന്നത്. മുതിർന്ന നേതാക്കളെ ഒപ്പമിരുത്തി ഈ മുഖ്യമന്ത്രി മത്സരത്തിൽ ഒപ്പമുണ്ടായിരുന്ന 3 പേരെയും ഒരുമിച്ചിരുത്തിക്കൊണ്ടായിരിക്കും രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയും ഈ പ്രഖ്യാപനം നടത്തുക എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ലഭിക്കുന്നത്. ഞാൻ അതുപോലെ തന്നെ ഇനി മുഖ്യമന്ത്രി ആരാകുമെന്നുള്ള പ്രഖ്യാപനം അത് കോൺഗ്രസ് അധ്യക്ഷൻ തന്നെ നടത്തുമെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പുറത്തു വരുന്നത്. അങ്ങനെയെങ്കിൽ സോണിയാഗാന്ധിയുടെ പരിഗണനയിലേക്ക് ഈ വിഷയം ഇതുവരെ എത്തിയിട്ടില്ല എന്ന് വേണ്ടേ നമ്മൾ കരുതാൻ? പ്രഖ്യാപനം ഒരിക്കലും സോണിയാഗാന്ധി അല്ല നടത്തുന്നത്. കാരണം കോൺഗ്രസിന്റെ അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയാണ്. പക്ഷേ കോൺഗ്രസിൽ തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രശ്നപരിഹാരിയായി അവിടെ എത്തുന്നയാളാണ് സോണിയാഗാന്ധി. അതുകൊണ്ടാണ് സോണിയാഗാന്ധിയുടെ അരികിലേക്ക് ഈ വിഷയം നേരത്തെ തന്നെ എത്തിയത്. സോണിയാഗാന്ധി AK ആന്റണിയുമായി ഇതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ ഫോണിൽ നടത്തും എന്നുള്ള വിവരങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. കാരണം ഇങ്ങനെ തർക്കങ്ങൾ ഉണ്ടായ എല്ലാ സമയങ്ങളിലും അവസാന വാക്ക് സോണിയാഗാന്ധിയാണ് കോൺഗ്രസിൽ. അതുകൊണ്ടാണ് എല്ലാവർക്കും സ്വീകാര്യതയുള്ള സോണിയാഗാന്ധിയെ തന്നെ ഈ വിഷയം പരിഹരിക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് ഹൈക്കമാൻഡ് ചുമതലപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായത്. എന്തായാലും പ്രഖ്യാപനം നടത്തുന്നത് കോൺഗ്രസ് അധ്യക്ഷനോ രാഹുൽ ഗാന്ധിയോ ആയിരിക്കുമെന്ന കാര്യം ഉറപ്പാണ്. അത്തരത്തിലുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. ഇത്രയും തർക്കത്തിലേക്ക് നീണ്ട ഒരു പശ്ചാത്തലത്തിൽ അവിടെ ഇനിയൊരു വാർത്താക്കുറിപ്പായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു കുറിപ്പ് വരാനുള്ള സാധ്യത കുറവാണ്. അതിനപ്പുറത്തേക്ക് ഒരു പ്രഖ്യാപനം തന്നെ ഉണ്ടാകാനാണ് സാധ്യത. നിലവിൽ ഈ തർക്കങ്ങൾ പരിഹരിച്ചുകൊണ്ട് ഒരു പേരിലേക്ക് ഹൈക്കമാൻഡിന് എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിന് മുതിർന്ന നേതാക്കളുടെയും ഘടകകക്ഷി നേതാക്കളുടെയും പിന്തുണ ഉറപ്പാക്കിക്കൊണ്ട് പ്രഖ്യാപിക്കാനുള്ള നടപടിയെ ബാക്കിയാകുന്നുള്ളൂ എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. ശരി, ഡാൻ കുര്യനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചത് ചർച്ചയ്ക്കാണോ കൂടിക്കാഴ്ചയ്ക്കാണോ എന്നറിയില്ല എന്ന് കോൺഗ്രസ് നേതാവ് MM ഹസൻ. ദീപാദാസ് മുൻഷിയാണ് വിളിച്ചതെന്നും ഹസൻ പറഞ്ഞു. അതൊന്നും എനിക്കറിയില്ല. ഡൽഹിയിൽ എത്തണമെന്ന് ദീപാദാസ് മുൻഷി അറിയിച്ചു. ഐ എം ഗോയിങ് ടു ഡൽഹി. ഒന്നും പറയാൻ എന്നെ കൊണ്ട് പറ്റില്ലല്ലോ. Our secretary informed me that Delhi. I am going to Delhi. നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തിരിച്ചടിയിൽ നിന്ന് കരകയറാനുള്ള വഴികൾ കണ്ടെത്താൻ CPMന്റെ 3 ദിവസത്തെ നേതൃത്വ യോഗങ്ങൾക്ക് ഇന്ന് തുടക്കം. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്നും അടുത്ത 2 ദിവസങ്ങളിൽ സംസ്ഥാന കമ്മിറ്റിയും ചേരും. തോൽവി സംബന്ധിച്ച പോളിറ്റ് ബ്യൂറോയുടെ വിലയിരുത്തലും യോഗത്തിൽ റിപ്പോർട്ട് ചെയ്യും. പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് ആരെന്ന കാര്യത്തിലും തീരുമാനമുണ്ടാകും. പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതാവാകാനാണ് സാധ്യത. പിണറായി പിന്മാറുകയോ എതിർപ്പുയരുകയോ ചെയ്താൽ KN ബാലഗോപാലിനെ പ്രതിപക്ഷ നേതാവാക്കും. ഉപനേതാവ് സ്ഥാനം വേണമെന്ന CPIയുടെ ആവശ്യവും ചർച്ചയാകും. തോൽവിക്ക് കാരണം പിണറായി വിജയനാണെന്ന കടുത്ത ആരോപണമാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗം ഉന്നയിച്ചിരുന്നത്. പിണറായി തുടർന്നാൽ കേരളം ബംഗാളാകുമെന്നായിരുന്നു ജോസ് കെ മാണിയുടെ ആരോപണം. ഡാൻ കുര്യൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഡാൻ, ഇപ്പോൾ CPMൽ പ്രതിപക്ഷ നേതാവ് ആരാകണമെന്നുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാകുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ അനുസരിച്ച് മനസ്സിലാക്കേണ്ടത്. കാരണം മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് തന്നെ ഇപ്പോൾ വാടക വീടെടുത്ത് താമസം മാറിയിരിക്കുന്നുവെന്ന് പറയുമ്പോൾ പ്രതിപക്ഷ നേതാവാകാനുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് തിരുവനന്തപുരത്ത് തന്നെ അദ്ദേഹം നിൽക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ആ ഒരു തീരുമാനം തന്നെ ആയിരിക്കുമോ പുറത്തുവരുന്നുണ്ടാവുക?
പോളിറ്റ് ബ്യൂറോ യോഗത്തിന് ശേഷം ഇന്നലെ വൈകിട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തലസ്ഥാനത്ത് തിരികെയെത്തിയത്. പക്ഷേ അദ്ദേഹം ഇവിടേക്ക് വന്നതിനപ്പുറത്തേക്ക് വാർത്തകളിൽ ഇടം പിടിച്ചത് ബേക്കർ ജംഗ്ഷനിൽ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് മുഹമ്മദ് റിയാസ് എടുത്ത വാടക വീട്ടിലേക്ക് മുഖ്യമന്ത്രി താമസം മാറി എന്ന കാര്യമാണ്. അതിൽ രാഷ്ട്രീയമായി ഒരുപാട് അഭ്യൂഹങ്ങൾ ഉയർന്നു. പ്രതിപക്ഷ നേതാവ് സാധാരണ പ്രതിപക്ഷ നേതാവായാൽ താമസിക്കേണ്ടത് കന്റോൺമെന്റ് ഹൌസിലാണ്. കന്റോൺമെന്റ് ഹൌസ് ഉള്ളപ്പോൾ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു വാടക വീട് പ്രതിപക്ഷ നേതൃസ്ഥാനം ഇനി മറ്റാർക്കെങ്കിലും നൽകാനാണോ, അതോ അവിടെ ഓഫീസ് മാത്രമായി പ്രവർത്തിപ്പിച്ചുകൊണ്ട് താമസം ഇപ്പോൾ എടുത്തിരിക്കുന്ന വീട്ടിലേക്ക് മാറ്റാനോ, എന്താണ് ഇതിന് പിന്നിൽ എന്നതിൽ ഇപ്പോഴും ഒരു അവ്യക്തത തുടരുകയാണ്, ഒരു സസ്പെൻസ് തുടരുകയാണ്. എന്തായാലും പിണറായി തന്നെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് തുടരും എന്ന ഒരു വിഭാഗം നേതാക്കൾ അത്തരം സൂചനയാണ് നൽകുന്നത്. മറുവിഭാഗം പറയുന്നത് ഒരു നേതൃമാറ്റം ഉണ്ടായാൽ, തലമുറ മാറ്റം ഉണ്ടായാൽ KN ബാലഗോപാൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് എത്തും എന്ന കാര്യമാണ്. എന്തായാലും തെരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത തോൽവി വിലയിരുത്തുന്നതിന് വേണ്ടിയാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരുക. സംസ്ഥാന കമ്മിറ്റി നാളെയും നാളെ കഴിഞ്ഞുമായി നടക്കും. പോളിറ്റ് ബ്യൂറോയിലെ പരാജയ കാരണങ്ങൾ വിലയിരുത്തിക്കൊണ്ടുള്ള ചർച്ചയിലെ വിശദാംശങ്ങളടക്കം ഇന്നും നാളെയും നാളെ കഴിഞ്ഞുമായി നടക്കുന്ന യോഗങ്ങളിൽ ഇടം പിടിക്കും. ഇനി ഒരു തിരിച്ചുവരവിന് വേണ്ടി സ്വീകരിക്കേണ്ട അടിയന്തരമായ നടപടികളെക്കുറിച്ചും വിശദമായ ചർച്ചകളുണ്ടാകും. അതോടൊപ്പം പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം വേണമെന്ന CPI-യുടെ ആവശ്യവും ചർച്ചകളിൽ ഇടം പിടിക്കുമെന്നാണ് വിവരം. അതുപോലെ തന്നെ ഈ തോൽവിക്ക് കാരണം പിണറായി വിജയനാണെന്ന ആരോപണം കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ ഭാഗത്തു നിന്നുമുണ്ടായിരുന്നു. ഇപ്പോൾ പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ഇതടക്കം ഒരു തിരിച്ചടിയായി വരുമെന്ന് പ്രതീക്ഷിക്കാനാകുമോ? അത്തരത്തിൽ വിലയിരുത്തലുകൾ ഉള്ളവരുമുണ്ട്, പാർട്ടിയിൽ അങ്ങനെ അഭിപ്രായമുള്ളവരുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതിൽ മതിയായ കൂടിയാലോചനകൾക്ക് ശേഷം മാത്രമേ തീരുമാനത്തിലേക്ക് എത്തുകയുള്ളൂ എന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നത്. എന്തായാലും ഈ 3 ദിവസത്തിനകത്ത് പ്രതിപക്ഷ നേതാവ് ആരാകും എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാകും. നിലവിൽ പിണറായിയുടെ പേരിന് തന്നെയാണ് മുൻതൂക്കം. കാരണം തെരഞ്ഞെടുപ്പിനെ കഴിഞ്ഞ തവണയും നേരിട്ടത് പിണറായി വിജയന്റെ പേര് ഉയർത്തിക്കാണിച്ചുകൊണ്ടായിരുന്നു. ആ തെരഞ്ഞെടുപ്പിലാണ് 99 സീറ്റുകൾ ലഭിച്ചത്. പക്ഷേ ഇത്തവണ ഒരു പിണറായി വിരുദ്ധതയാണോ ഭരണവിരുദ്ധതയാണോ, യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് വിശദമായ ചർച്ചകളാണ് പോളിറ്റ് ബ്യൂറോയിലും അതോടൊപ്പം CPM-ന്റെ സംസ്ഥാന കമ്മിറ്റിയിലുമൊക്കെ നടക്കാൻ പോകുന്നത്. അങ്ങനെയെങ്കിൽ എന്താണ് കാരണം എന്നത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തിരുത്തൽ നടപടികളിലേക്ക് കടക്കാനുള്ള ഒരു നീക്കമായിരിക്കും CPM-ന്റെ ഭാഗത്തുനിന്നുണ്ടാകുക. ശരി, ഡാൻ കുര്യനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. കാവൽ മുഖ്യമന്ത്രിയായി തുടരുന്നതിനിടെ ക്ലിഫ് ഹൌസ് ഒഴിഞ്ഞ് പിണറായി വിജയൻ തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിൽ വത്സല നഴ്സിംഗ് ഹോമിന് സമീപത്തെ വാടക വീട്ടിലേക്കാണ് താമസം മാറിയത്. ഡൽഹിയിൽ പോളിറ്റ് ബ്യൂറോ യോഗം കഴിഞ്ഞ് പിണറായി ഇങ്ങോട്ടാണ് എത്തിയത്. ഇന്നലെ തന്നെ ക്ലിഫ് ഹൌസിലെ വീട്ടു സാധനങ്ങളും ഇങ്ങോട്ട് മാറ്റിയിരുന്നു. വി അരുൺ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പിണറായി വിജയന്റെ പുതിയ വാടക വസതിയാണത്. 10 വർഷം അദ്ദേഹം ക്ലിഫ് ഹൌസിലായിരുന്നു മുഖ്യമന്ത്രി നിലയിൽ താമസിച്ചത്. അതിനുശേഷം അദ്ദേഹം ഇവിടേക്ക് മാറുകയാണ്. പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് പിണറായി വരുമെന്ന അഭ്യൂഹങ്ങളുണ്ട്, ചർച്ചകളുണ്ട്. അതിന് ഒരുപക്ഷെ അതുവരെയാകാം അദ്ദേഹം ഇവിടെ താമസിക്കുക. ഇതിനു മുമ്പ് മുഖ്യമന്ത്രിയാകുന്നതിന് മുമ്പ് അദ്ദേഹം ദീർഘനാൾ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി, 18 വർഷത്തോളം CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കാലയളവിൽ AKG സെന്ററിന് എതിർവശത്തുള്ള സംസ്ഥാന സെക്രട്ടറി അംഗങ്ങൾക്കുള്ള ഫ്ളാറ്റിലാണ് 17 വർഷം താമസിച്ചത്. അതിനുശേഷമാണ് അദ്ദേഹം മുഖ്യമന്ത്രി നിലയിൽ ക്ലിഫ് ഹൌസിലേക്ക് മാറുന്നത്. ഇവിടെ അദ്ദേഹം ഈ വാടക വീട്ടിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിനൊപ്പം ഡൽഹിയിൽ നിന്ന് തന്നെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയായ MV ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കളുണ്ടായിരുന്നു. മുൻമന്ത്രി V ശിവൻകുട്ടി, CPM-ന്റെ ജില്ലയിലെ പ്രധാന നേതാക്കളൊക്കെ ഇവിടെ അദ്ദേഹത്തിന്റെ ഒപ്പം ഈ പുതിയ വീട്ടിലേക്ക് വരികയും ചെയ്തു. അതിന്റെ സ്റ്റാഫ് അംഗങ്ങളും ഒക്കെ ഇവിടെയുണ്ട്. നമുക്കറിയാം പിണറായി വിജയൻ ദീർഘനാൾ തലസ്ഥാനം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നയാളാണ്. അദ്ദേഹം ഇവിടെ സ്വന്തമായി ഇതുവരെയും അദ്ദേഹത്തിന് വീടില്ല. പകരം അദ്ദേഹം പാർട്ടി സെന്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുമ്പോൾ മുതൽ AKG സെന്ററിലാണ് താമസിച്ചിരുന്നത്. AKG സെന്ററിന് എതിർവശത്തുള്ള സംസ്ഥാന സെക്രട്ടറി അംഗങ്ങൾക്കുള്ള ഫ്ളാറ്റിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. അതിനുശേഷം അദ്ദേഹം മുഖ്യമന്ത്രി എന്ന നിലയിൽ പിന്നീട് ക്ലിഫ് ഹൌസിലേക്ക് താമസം മാറുകയായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പദം ഒഴിഞ്ഞ ശേഷം അദ്ദേഹം കാവൽ മുഖ്യമന്ത്രിയായി തുടരുമ്പോഴും ഔദ്യോഗിക വാഹനമടക്കം ഒഴിവാക്കിയാണ് സഞ്ചരിക്കുന്നത്. ഏതായാലും പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് പിണറായി വരുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമാണ്. ഡൽഹിയിൽ ചേർന്ന പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ അത് സംബന്ധിച്ച് ചർച്ചകൾ നടന്നിരുന്നു. നാളെ CPM-ന്റെ ചൊവ്വാഴ്ച CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി യോഗമുണ്ട്. അടുത്ത 2 ദിവസം സംസ്ഥാന സമിതി യോഗം ചേരുന്നുണ്ട്. ആ യോഗങ്ങളിൽ ഒരുപക്ഷെ ആരാകും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് എന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകും, ധാരണയുണ്ടാകും. അങ്ങനെയെങ്കിൽ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവുകയാണ്. അദ്ദേഹം കന്റോൺമെന്റ് ഹൌസിലേക്ക്, ഔദ്യോഗിക വസതിയായ കന്റോൺമെന്റ് ഹൌസിലേക്ക് താമസം മാറും. അതുവരെയാകും അദ്ദേഹം ഇവിടെ തുടരുക. ഏതായാലും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട്. മുഹമ്മദ് റിയാസ് അടക്കമുള്ളവർ ഈ വീട്ടിലാകും താമസിക്കുക എന്ന് നമുക്കറിയാൻ കഴിയുന്നത്. തിരുവനന്തപുരത്ത് റിസർവ് ബാങ്കിന് പിൻവശത്തുള്ള പാരീസ് റോഡിലാണ് പിണറായിയുടെ പുതിയ വസതി. ഏതായാലും ഇന്ന് അദ്ദേഹം ഡൽഹിയിൽ നേരെ ഇവിടേക്കാണ് എത്തിച്ചേർന്നത്.
തമിഴ്നാട് നിയമസഭാ സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഇന്ന്. JCD പ്രഭാകർ തമിഴ്നാട് നിയമസഭാ സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെടും. M. രവിശങ്കർ ഡെപ്യൂട്ടി സ്പീക്കറാകും. നിയമസഭയിൽ വിജയ് സർക്കാരിന്റെ വിശ്വാസ വോട്ടെടുപ്പും വൈകാതെ തന്നെയുണ്ട്. വില്ലിവാക്കത്ത് നിന്ന് 2 തവണ AADMK MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ട JCD പ്രഭാകർ ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് TVKയിലെത്തിയത്. 73-കാരനായ പ്രഭാകറിനെ 2022-ലാണ് AADMKയിൽ നിന്ന് പുറത്താക്കിയത്. KP അഭിലാഷ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഭിലാഷ്, ഇന്ന് തമിഴ്നാട്ടിൽ സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അതിന് പിന്നാലെ തന്നെ വിജയ് സർക്കാരിന്റെ വിശ്വാസ വോട്ടെടുപ്പ് നടക്കാനൊരുങ്ങുന്നു. എന്താണ് ഇപ്പോഴത്തെ തമിഴ്നാട്ടിലെ സാഹചര്യം? തമിഴക രാഷ്ട്രീയത്തിലെ നിർണായകമായ മണിക്കൂറുകളിലൂടെയാണ് കടന്നുപോകുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസമായിരുന്നു തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായി വിജയ് സത്യപ്രതിജ്ഞ ചെയ്തത്. എന്നാൽ വിജയെ സംബന്ധിച്ചിടത്തോളം അതിൽ സാങ്കേതികത്വം നിറയുന്ന നടപടിക്രമങ്ങളിലേക്ക് വിജയ് കടക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. അതായത് നിയമസഭയിൽ വിജയ്ക്ക് ഭൂരിപക്ഷം തെളിയിക്കേണ്ടതുണ്ട്. ആ ഭൂരിപക്ഷം തെളിയിക്കുവാൻ നിലവിൽ ഗവർണർ നൽകിയിട്ടുള്ള സമയം നാളെ വരെയാണ്. നാളേക്ക് ഉള്ളിൽ കൃത്യമായി ഭൂരിപക്ഷം ഉണ്ട് എന്ന് ഫ്ലോർ ടെസ്റ്റിന് തയ്യാറാകണമെന്നും അങ്ങനെ ഭൂരിപക്ഷം തെളിയിക്കണം എന്നുമുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. അതിനിടെ വളരെ പ്രധാനപ്പെട്ട ചില നീക്കങ്ങൾ കൂടി നടക്കുന്നുണ്ട്. അതിലേക്ക് വരുന്നതിന് മുമ്പ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് ആണ് സ്പീക്കറുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നിലവിൽ MLA ആയിട്ടുള്ള JCD പ്രഭാകർ സ്പീക്കർ പദവിയിലേക്ക് മത്സരിക്കുന്നതിന് വേണ്ടി പത്രിക സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റാരും ഈ സ്പീക്കർ പദവിയിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടില്ല എന്നതുകൊണ്ട് തന്നെ ഒരു പക്ഷേ വോട്ടെടുപ്പ് ഇല്ലാതെ തന്നെ സ്പീക്കറെ നിശ്ചയിച്ചേക്കും എന്ന സൂചനകൾ ആണ് പുറത്തുവരുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അണ്ണാ DMKയുടെ മുൻ നേതാവ് കൂടിയായിരുന്നു JCD പ്രഭാകർ എന്നതാണ് എടുത്തു പറയേണ്ടത്. TVKയിൽ തെരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം ജോയിൻ ചെയ്യുകയും മത്സരിക്കുകയും അങ്ങനെ വിജയിക്കുകയും ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പും ഇന്ന് തന്നെ നടക്കും എന്നതാണ് വിവരങ്ങൾ. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കം ഇപ്പോൾ നമുക്ക് വ്യക്തമാകുന്നത് AADMK അകത്ത് വലിയ ഭിന്നിപ്പ് ഉണ്ടാകുന്നു എന്നത് തന്നെയാണ്. അതായത് വീണ്ടും AADMK പിളരുന്നു എന്ന സൂചനകൾ തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് നയിച്ച എടപ്പാടി പളനിസ്വാമിക്ക് കേവലം 17 MLA-മാരുടെ പിന്തുണ മാത്രമാണ് ഉറപ്പാക്കാൻ സാധിക്കുന്നത്. അതേസമയം SP വേലുമണിയെ വിമതപക്ഷം പിന്തുണയ്ക്കുകയാണ്. ഇതിൽ വിമതപക്ഷത്തിനാണ് ഭൂരിപക്ഷം എന്നതാണ് ഏറ്റവും കൗതുകമാകുന്ന കാര്യം. ഈ തെരഞ്ഞെടുപ്പിൽ AADMKയുടെ 47 അംഗങ്ങൾ ആണ് വിജയിച്ച് കയറിയത് എന്നതാണ് എടുത്തു പറയേണ്ടത്. അതിൽ തന്നെ 30 പേരും ഇപ്പോൾ വിമതപക്ഷത്തേക്ക്, അതായത് ഈ തെരഞ്ഞെടുപ്പിലെ ഇത്രമേൽ വലിയ ഒരു തോൽവിക്ക് കാരണം എടപ്പാടി പളനിസ്വാമിയാണ് എന്നതാണ് ഇവരുടെ വിലയിരുത്തൽ. അങ്ങനെ 30 അംഗങ്ങൾ ഇപ്പോൾ ഭൂരിപക്ഷത്തിൽ, അതായത് 47 അംഗങ്ങളിൽ ഭൂരിപക്ഷവും ഇപ്പോൾ എടപ്പാടിയെ തള്ളിപ്പറയുന്നു എന്നതാണ്. ഒരുപക്ഷെ കൂറുമാറ്റ നിരോധന നിയമം എന്നത് ബാധകമാകാതിരിക്കണമെങ്കിൽ 32 പേരുടെ പിന്തുണയാണ്, 32 MLA-മാരുടെ പിന്തുണയാണ് ലഭിക്കേണ്ടത്. ഇങ്ങനെ 32 അംഗങ്ങളുടെ പിന്തുണ ഇപ്പോൾ ലഭിക്കും എന്ന പ്രതീക്ഷയിലാണ് SP വേലുമണി പക്ഷം ഉള്ളത്. അവർ വിമതപക്ഷത്ത് നിയമസഭാ കക്ഷി നേതാവായി SP വേലുമണിയുടെ പേര് ആണ് നൽകിയിട്ടുള്ളത് എന്നതുകൂടിയാണ് എടുത്തു പറയേണ്ടത്. 17 അംഗങ്ങൾ ആണ് എടപ്പാടി പളനിസ്വാമിയുടെ പേര് നൽകിയിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഈ 32 അംഗങ്ങൾ വിമതപക്ഷത്തേക്ക് വരികയാണെങ്കിൽ കൂറുമാറ്റ നിരോധന നിയമം എന്നത് അവർക്ക് ബാധകമല്ലാത്ത സാഹചര്യം ആണ് ഉണ്ടാകുന്നത്. ഇതിലേറ്റവും നിർണായകമെന്നത് അനുശ്രീ, ഈ വോട്ടെടുപ്പ്, അതായത് ഫ്ലോർ ടെസ്റ്റിൽ നിലവിൽ 120 അംഗങ്ങളുടെ പിന്തുണയാണ് ഉള്ളത് നിലവിൽ വിജയിക്ക് എന്നതാണ്. അതിൽ തന്നെ ഒരു സ്പീക്കർ എന്നത് ചുമതലയിലേക്ക് മാറുകയും ചെയ്യും. അപ്പോൾ പിന്നെ 119 പേരുടെ പിന്തുണയാണ് CPI, CPIM, IUML, അതോടൊപ്പം തന്നെ VCK എന്നീ പാർട്ടികളുടെ പിന്തുണയാണ് ഇപ്പോൾ വിജയിക്കുള്ളത്. എന്നാൽ ഇപ്പോൾ ഈ AADMKയിലെ വിമതപക്ഷം ചേരിതിരിയുകയാണ് എങ്കിൽ അവർക്ക് 32 പേരുടെ പിന്തുണ ഉറപ്പാക്കാൻ സാധിക്കുകയും ചെയ്യുമെങ്കിൽ ഇവർ ഒന്നടങ്കം വിജയിയെ പിന്തുണച്ചേക്കും എന്ന സൂചനയാണ് വരുന്നത്. അങ്ങനെയെങ്കിൽ ഫ്ലോർ ടെസ്റ്റിൽ ഏതാണ്ട് 150-ൽ അധികം അംഗങ്ങളുടെ 234 അംഗങ്ങളാണ് തമിഴ്നാട് നിയമസഭയിൽ ഉള്ളത്. അതിൽ തന്നെ 150 അംഗങ്ങളുടെ വലിയ മെജോറിറ്റി വിജയിക്ക് ലഭിക്കും എന്ന സൂചനകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നിർണായകമായ നീക്കങ്ങൾ ആണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അനുശ്രീ, അഭിലാഷ് പറഞ്ഞതുപോലെ തന്നെ ഈ വിമതപക്ഷം TVKക്ക് പിന്തുണ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അത് എത്രത്തോളമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്? ആ ഒരു സാഹചര്യം അത് നമുക്ക് മുന്നിൽ കാണാൻ സാധിക്കുമോ?
തീർച്ചയായും നിലവിൽ വിമതപക്ഷം TVKയ്ക്ക് ഒപ്പം തന്നെയാണ്. അതായത് ഈ 30 അംഗങ്ങൾ ആണ് ഇപ്പോൾ വിമതപക്ഷത്ത് ഉള്ളത് എന്നതാണ് അവരുടെ സാങ്കേതികമായ പ്രശ്നം. അതായത് ഇവരെല്ലാവരും തന്നെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഭാഗമാവുകയും അങ്ങനെ ആ പൊളിറ്റിക്കൽ പാർട്ടിയിൽ നിന്നുകൊണ്ട് തെരഞ്ഞെടുപ്പിന് നേരിടുകയും ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ ഈ നിയമസഭാ സംവിധാനങ്ങൾ അനുസരിച്ച് വിപ്പ് നൽകുവാനുള്ള റൈറ്റ് ഉണ്ട് എന്നതാണ്. അതായത് AADMK എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് തീർച്ചയായും വിപ്പ് നൽകാം. ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്ക് എതിരെ വോട്ട് ചെയ്യണം എന്നതാണ് ആ വിപ്പ് എങ്കിൽ ആ വിപ്പിന് അനുസരിച്ച് മാത്രമേ അംഗങ്ങൾക്ക് വോട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. വിപ്പ് ലംഘിച്ചാൽ അതിൽ കൃത്യമായ നടപടികളിലേക്ക് പോകാൻ സാധിക്കും. മറ്റൊന്ന് സൂചിപ്പിക്കുന്ന പോലെ തന്നെ കൂറുമാറ്റ നിരോധന നിയമം എന്നത് ബാധകമാകുന്നു എന്നതാണ്. അതായത് 47 AADMK MLA-മാർ ആണ് സഭയിലുള്ളത്. അതിൽ 2 അംഗങ്ങൾ ഒരു ചേരിയായി തിരിയുന്നുവെങ്കിൽ അവർക്ക് കൂറുമാറ്റ നിരോധന നിയമം എന്നത് ബാധകമല്ല. അതിന് 32 പേരുടെ പിന്തുണയാണ് വേണ്ടത്. ഈ 32 അംഗങ്ങളുടെ പിന്തുണയുണ്ടെങ്കിൽ തീർച്ചയായും അവർ ഫ്ലോർ ടെസ്റ്റിൽ വിജയിയെ തന്നെയാണ് പിന്തുണയ്ക്കുക. നിലവിൽ ഈ 30 അംഗങ്ങൾക്കും അതായത് SP വേലുമണി ആണ് വിമതപക്ഷത്തിൻ്റെ നേതാവ്. വേലുമണിയുടെ കീഴിൽ ഉള്ള 30 അംഗങ്ങൾക്കും ഇപ്പോൾ വിജയിയെ പിന്തുണയ്ക്കണം എന്ന നിലപാട് തന്നെയാണ് ഉള്ളത്. അവർ വിജയിക്ക് അനുകൂലമായി വോട്ട് ചെയ്യുന്ന നീക്കത്തിൽ തന്നെയാണ്. പക്ഷേ ഞാൻ സൂചിപ്പിച്ചതുപോലെ നിയമപരമായി സാങ്കേതികമായും ചില പ്രശ്നങ്ങൾ ഉണ്ട്. അവർ വോട്ട് ചെയ്യുന്നില്ലാത്ത പക്ഷം അവർക്ക് അയോഗ്യത കൽപ്പിക്കപ്പെടുകയോ അവരുടെ MLA സ്ഥാനം നഷ്ടപ്പെടുകയോ ഒക്കെ ചെയ്യുന്ന സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ആ സാങ്കേതികമായ പ്രതിസന്ധിയെ മറികടക്കുന്നതിനുള്ള നീക്കങ്ങൾ ആണ് ഇപ്പോൾ വേലുമണി പക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അതിനാണ് 32 പേരുടെ പിന്തുണ ഉറപ്പാക്കാൻ വേലുമണി പക്ഷം ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള പിന്തുണ ലഭിക്കും, അതായത് 32 അംഗങ്ങളുടെ പിന്തുണ ലഭിക്കും എന്ന നിലപാടിൽ തന്നെയാണ് ഇപ്പോൾ വേലുമണി പക്ഷം ഉള്ളത് എന്നതുകൂടിയാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത്. അങ്ങനെയെങ്കിൽ തീർച്ചയായും 32 പേരുടെ പിന്തുണ ലഭിക്കുകയാണെങ്കിൽ ഉറപ്പായും അവർ TVKയെ പിന്തുണയ്ക്കുകയും ചെയ്യും എന്നതാണ് ഇപ്പോൾ TVK കേന്ദ്രങ്ങളിൽ നിന്ന് AADMKയുടെ വിമത കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച്. ശരി, KP അഭിലാഷാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ കേരളത്തിൽ മുഖ്യമന്ത്രി ആരാകണമെന്ന കാര്യത്തിൽ തീരുമാനം വൈകുന്നതിനിടെ VD സതീശൻ കൊച്ചിയിൽ തുടരുകയാണ്. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. ഡാനി, ഗുഡ് മോർണിംഗ്. മുഖ്യമന്ത്രി തർക്കം അത് കേരളത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ VD സതീശൻ കൊച്ചിയിൽ തന്നെ തുടരുന്ന ഒരു സാഹചര്യം. ഇന്ന് ഡൽഹിയിൽ നിർണായകമായ ചർച്ചകൾ നടക്കുന്നു. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് അദ്ദേഹം അതായത് ഡൽഹി ചർച്ചകൾക്ക് ശേഷം തിരികെ കൊച്ചിയിലേക്ക് അദ്ദേഹത്തിൻ്റെ വീട് ആലുവയിലാണ്. ഇവിടേക്ക് എത്തിയ ശേഷം പിന്നീട് ഇവിടെ തന്നെ തുടരുകയാണ്. മറ്റിടങ്ങളിൽ പോയി അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു പൊതുപരിപാടികളിലൊന്നും അദ്ദേഹം പങ്കെടുക്കുന്നില്ല. ഏതായാലും കൊച്ചിയിൽ തന്നെ തുടരുന്നു. ചില നേതാക്കൾ അദ്ദേഹത്തെ സന്ദർശിച്ച് മടങ്ങുകയും എല്ലാം തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ദിവസങ്ങളിലൊന്നും പിന്നീട് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കാനോ അല്ലെങ്കിൽ ഇത് സംബന്ധിയായ കാര്യങ്ങളിൽ ചർച്ചകളിൽ എന്ത് നടക്കുന്നു അല്ലെങ്കിൽ ചർച്ചകളിൽ എന്ത് പ്രതീക്ഷ ഇത്തരം കാര്യങ്ങളിലൊന്നും തന്നെ ഒരു ആശയവിനിമയത്തിന് അദ്ദേഹം തയ്യാറായിട്ടില്ല. അത് ഓൺ റെക്കോർഡായാലും ഓഫ് ദ റെക്കോർഡായാലും അത്തരം കാര്യങ്ങളിലേക്ക് ഒരു പ്രതികരണവും അദ്ദേഹത്തിന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൽകിയിട്ടില്ല എന്നതാണ്. ഭൂരിഭാഗം സമയങ്ങളിലും അദ്ദേഹം ആലുവയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെയാണ് ചെലവഴിക്കുന്നത്. അങ്ങനെ പറവൂരിലെ ഓഫീസിലേക്കും ഈ ദിവസങ്ങളിലേക്ക് അദ്ദേഹം കാര്യമായിട്ട് ചെന്നിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇവിടെ തന്നെ ആലുവയിൽ തന്നെ തുടരുന്നു. അദ്ദേഹവുമായി അടുപ്പമുള്ള ചില നേതാക്കളെങ്കിലും അദ്ദേഹത്തോട് സംസാരിക്കുന്നുണ്ട്. ചിലരെങ്കിലും അദ്ദേഹത്തെ ചെന്ന് കാണുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു പ്രതികരണം എന്ന രീതിയിലേക്ക് ഈ ചർച്ചകളോട് എന്ത് പ്രതികരിക്കുന്നു? കാരണം ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ KPCC മുൻ പ്രസിഡന്റുമാർ, മുൻ വർക്കിംഗ് പ്രസിഡന്റുമാർ തുടങ്ങിയവരെല്ലാം തന്നെ ചർച്ചകളിലേക്ക് അവിടെ വിളിപ്പിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. ഇന്നലെ തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഷാഫി പറമ്പിലും എല്ലാം തന്നെ കൊച്ചിയിൽ നിന്നാണ് തിരിക്കുകയും ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ഒരു 2ാം ഘട്ടത്തിലേക്കടക്കം ചർച്ച കടക്കുന്നു. ഇത് നീണ്ടുപോവുകയും ചെയ്യുന്നു. പ്രഖ്യാപനം വൈകുന്നു. ആ ഒരു സ്ഥിതി ഉണ്ടാകുമ്പോൾ പോലും VD സതീശൻ ഇതുവരെയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു പ്രതികരണത്തിലേക്ക് വന്നിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഒരു അവസാനവട്ടൊരു പ്രതികരണം എന്ന രീതിയിലേക്ക് വന്നത് നിലവിൽ അദ്ദേഹത്തിന് അനുകൂലമായി നടക്കുന്ന അല്ലെങ്കിൽ ഈ ചർച്ചകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൊതുവിൽ നേതാക്കളെ ചേരിതിരിഞ്ഞുകൊണ്ട് അനുകൂല പ്രകടനം നടത്തുന്ന, പ്രസ്താവനകൾ ഇറക്കുന്ന, പോസ്റ്റർ യുദ്ധം നയിക്കുന്ന ഇതെല്ലാം അവസാനിപ്പിക്കണം, അതെല്ലാം നീക്കം ചെയ്യണമെന്ന ഒരു സമൂഹ മാധ്യമങ്ങളിലൊരു കുറിപ്പാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും ഒടുവിലായിട്ട് വന്നത്. പിന്നീട് ഒരു പ്രതികരണത്തിലേക്ക് ഒന്നും തന്നെ അദ്ദേഹം ചെന്നിട്ടില്ല എന്ന് തന്നെയാണ്. ഏതായാലും അദ്ദേഹം ആലുവയിലെ വസതിയിൽ തുടരുന്നു. ഏതായാലും ചർച്ചകൾക്ക് ശേഷം ഏതെങ്കിലും രീതിയിലുള്ള ഈ ചർച്ചകളുടെ അവസാനത്തിലേക്ക് പ്രഖ്യാപനം എന്ന
ഘട്ടത്തിലേക്കെല്ലാം വരുമ്പോൾ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അനുശ്രീ. ശരി, ഡാനിപ്പോളാണ് വിവരങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രി ആരെന്നതിൽ തീരുമാനം നാളെ ഉണ്ടാകുമെന്ന് കെ മുരളീധരൻ. ഘടകകക്ഷികളെ ഫോണിൽ വിളിച്ച് സംസാരിക്കും. എല്ലാ കാര്യങ്ങളും സംസാരിക്കാനാണ് ഡൽഹിക്ക് പോകുന്നതെന്നും മുരളീധരൻ. അസമിൽ BJP നേതൃത്വത്തിലുള്ള NDA സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട ഹിമന്ത ബിശ്വ ശർമ്മയ്ക്കൊപ്പം 18 മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യും. ഗുവാഹത്തിയിലെ വെറ്റിനറി കോളേജ് ഗ്രൗണ്ടിൽ നടക്കുന്ന ചടങ്ങിൽ ഗവർണർ ലക്ഷ്മൺ പ്രസാദ് ആചാര്യ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. പശ്ചിമബംഗാളിൽ ചീഫ് ഇലക്ടറൽ ഓഫീസറെ ചീഫ് സെക്രട്ടറിയായി നിയമിച്ച് സുവേന്ദു സർക്കാർ. തെരഞ്ഞെടുപ്പ് നടപടിക്രമം പൂർത്തിയാക്കി 48 മണിക്കൂറിനുള്ളിലാണ് മനോജ് കുമാർ അഗർവാളിന് പുതിയ നിയമനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി UAE-യിലേക്ക് ഈ മാസം 15-നാണ് സന്ദർശനം. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തും. UAE പ്രസിഡന്റുമായി ഉഭയകക്ഷി വിഷയങ്ങളിൽ ചർച്ച നടത്തും. മെയ് 15 മുതൽ 20 വരെ നീളുന്ന ലോക പര്യടനത്തിന്റെ തുടക്കത്തിലാണ് UAE സന്ദർശനം. പെട്രോൾ ഡീസൽ വില ഉടൻ വർദ്ധിപ്പിക്കും. പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 5 മുതൽ 10 രൂപ വരെ വർദ്ധിപ്പിക്കണമെന്നാണ് പെട്രോളിയം കമ്പനികളുടെ ആവശ്യം. യുദ്ധം ആരംഭിച്ച് 10 ആഴ്ചയ്ക്കിടെ 1 ലക്ഷം കോടിയുടെ നഷ്ടമെന്നാണ് എണ്ണ കമ്പനികൾ ചൂണ്ടിക്കാട്ടുന്നത്. ഇന്ത്യയിൽ 60 ദിവസത്തേക്കുള്ള ക്രൂഡ് ഓയിലും പ്രകൃതിവാതകവും 45 ദിവസത്തേക്കുള്ള പാചകവാതകവും സ്റ്റോക്കുണ്ടെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. ഇന്ധന പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ സ്വയം നിയന്ത്രണത്തിന് പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ഗുജറാത്തിലും അദ്ദേഹം ആവർത്തിച്ചു. VR കാർത്തിക് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. കാർത്തിക്, ഗുഡ് മോർണിംഗ്. മെയ് 15ഓടുകൂടി ഈ ഇന്ധന വില വർധനവ് പ്രാബല്യത്തിൽ വരുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. പമ്പുകളിലൊക്കെ വലിയ തരത്തിലുള്ള തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. എങ്ങനെയാണ് നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടത്? ജനങ്ങൾക്കൊരു വലിയ നഷ്ടം അല്ലെങ്കിൽ ജനങ്ങളെ ഒരു പ്രതിസന്ധിയിലാക്കുന്ന നീക്കമായിരിക്കുമോ ഇത്? അനുശ്രീ, ഫെബ്രുവരി 28-ന് ഈ യുദ്ധം ആരംഭിച്ച ശേഷം 10 ആഴ്ച പിന്നിടുന്നു. ഈ 10 ആഴ്ച കൊണ്ട് 1 ലക്ഷം കോടിയുടെ നഷ്ടം ഉണ്ടായി എന്നാണ് എണ്ണ കമ്പനികൾ പറയുന്നത്. ഇന്ധനത്തിന്റെ ലഭ്യത കുറഞ്ഞു, അതോടൊപ്പം തന്നെ ഇറക്കുമതി കുറഞ്ഞു. ഇത് വലിയ തോതിൽ പ്രതിസന്ധി സൃഷ്ടിച്ചു. ആ പ്രതിസന്ധി മറികടക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തു. സ്പെഷ്യൽ അഡീഷണൽ ടാക്സ് അടക്കം മാറ്റിക്കൊണ്ടാണ് എണ്ണ കമ്പനികളെ സർക്കാർ ഇത്രയും നാൾ സഹായിച്ചുകൊണ്ടിരുന്നത്. ഈ ടാക്സ് ഇനത്തിൽ മാത്രം കേന്ദ്ര സർക്കാരിന് പ്രതിമാസം 14,000 കോടി രൂപയുടെ നഷ്ടം. ഇത്തരത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന കണക്കുകൾ. ഈ നഷ്ടം നികത്താൻ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില കൂട്ടണം എന്നത് അനിവാര്യമാണ് എന്നാണ് എണ്ണ കമ്പനികൾ ആവശ്യപ്പെടുന്നത്. കേന്ദ്ര സർക്കാരിന്മേൽ അവർ സമ്മർദ്ദം ശക്തമാക്കുകയുമാണ്. ലിറ്ററിന് 5 രൂപ മുതൽ 10 രൂപ വരെ കൂട്ടണമെന്നാണ് ആവശ്യമാണ് എണ്ണ കമ്പനികൾ മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു അറിയിപ്പ് ഇതുവരെ വന്നിട്ടില്ല. ഈ വില കൂട്ടലുമായി ബന്ധപ്പെട്ട് എത്ര രൂപ കൂട്ടും എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാരിൻ്റെ പ്രതികരണവും ഇതുവരെ വന്നിട്ടില്ല. കഴിഞ്ഞ ദിവസം കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിൻ്റെ നേതൃത്വത്തിൽ മന്ത്രിമാർ അവലോകന യോഗം ചേർന്നിരുന്നു. രാജ്യത്തെ ഇന്ധന ലഭ്യത അടക്കമുള്ള കാര്യങ്ങൾ വിശകലനം ചെയ്യാനായിരുന്നു ഈ യോഗം. ഈ യോഗത്തിൽ 60 ദിവസത്തേക്കുള്ള ക്രൂഡ് ഓയിൽ ഇന്ത്യയിൽ ശേഖരമായി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള ആശങ്കയ്ക്കും അടിസ്ഥാനമില്ല എന്ന് വ്യക്തമാക്കി. അതായത് ഏതെങ്കിലും തരത്തിലുള്ള റേഷനിങ് മിതമായ അളവിൽ, അതായത് നൽകുന്ന അളവ് പരിമിതപ്പെടുത്തുന്ന നിയന്ത്രണങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ പരിഗണിക്കേണ്ട സാഹചര്യമില്ല എന്നൊരു വിലയിരുത്തലിലേക്കാണ് ഈ യോഗം എത്തിച്ചേർന്നത്. അതോടൊപ്പം തന്നെ 45 ദിവസത്തേക്കുള്ള പാചകവാതക സ്റ്റോക്കുമുണ്ട്. നിലവിൽ പ്രതിസന്ധി ഇല്ല എന്ന് കേന്ദ്ര സർക്കാർ പറയുമ്പോഴും കനത്ത നഷ്ടമാണ് എണ്ണ കമ്പനികൾ ചൂണ്ടിക്കാട്ടുന്നത്. മാത്രമല്ല ടാക്സ് ഇനത്തിലടക്കം കേന്ദ്ര സർക്കാരിനും വലിയ തോതിലുള്ള പ്രതിമാസം വലിയ തോതിലുള്ള നഷ്ടം ഉണ്ടാകുന്നു. ഈ നഷ്ടം നികത്തുന്നതിന് വിലവർധനവ് അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ പെട്രോൾ ഡീസൽ വില കൂട്ടും എന്ന് തന്നെയാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ലിറ്ററിന് 5 രൂപ അടക്കം 5 രൂപ മുതൽ കൂട്ടും എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എന്തായാലും എത്ര രൂപ കൂട്ടുമെന്ന കാര്യത്തിൽ ഇതുവരെ സ്ഥിരീകരണമില്ല. മറുവശത്ത് ഈ പ്രതിസന്ധി മറികടക്കാനുള്ള ചർച്ചകൾ സജീവമാണ്. അതിലേറ്റവും ശ്രദ്ധേയം ഈ ആഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി UAE-യിലേക്ക് പോകുന്നു. ഒപെക്കിൽ നിന്ന് പുറത്ത് വന്ന ശേഷം UAE-യിൽ പ്രധാനമന്ത്രി എത്തുന്നു. അവരുമായി കൂടിക്കാഴ്ച നടത്തുന്നു. UAE പ്രസിഡന്റുമായുള്ള ചർച്ചയിൽ ഊർജ്ജവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാകും പ്രധാനമായും ചർച്ചയാകുന്നത്. മാത്രമല്ല കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ മറ്റൊരു കണക്ക് കൂടി പുറത്തുവിട്ടിരുന്നു. അതായത് കഴിഞ്ഞ 3 ദിവസം LPG-യുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് ആകെ 1.3 ലക്ഷം LPG വിതരണം ചെയ്തു എന്ന കണക്കുകളാണ് പുറത്ത് വിട്ടത് കേന്ദ്ര സർക്കാർ. അതായത് നിലവിൽ പ്രതിസന്ധിയില്ല, പക്ഷേ
വലിയൊരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകുന്നതിന് മുൻപ് ഒരു കരുതൽ വേണം. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ഹൈദരാബാദിൽ സ്വയം നിയന്ത്രണം, അതായത് കോവിഡ് കാലത്തുണ്ടായതിന് സമാനമായ രീതിയിൽ സ്വയം നിയന്ത്രണം ഈ ഇന്ധന ഉപയോഗത്തിൽ വരുത്തണം എന്ന തരത്തിൽ 7 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. ഇന്നലെ ഗുജറാത്തിലെ വഡോദരയിൽ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുമ്പോഴും പ്രധാനമന്ത്രി ഈ നിർദ്ദേശങ്ങൾ ആവർത്തിക്കുകയാണ് ചെയ്തത്. അതായത് സമീപകാലത്ത് ഇത്തരം ഒരു പ്രതിസന്ധി ഉണ്ടായേക്കാം, അത് മുൻകൂട്ടി കണ്ടുള്ള കരുതൽ നടപടികൾ എന്തായാലും ഉണ്ടാകും. നിലവിൽ പ്രതിസന്ധിയില്ല, പക്ഷേ അപ്പോഴും എണ്ണ കമ്പനികളുടെ സമ്മർദ്ദം ശക്തമാക്കുകയാണ്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ പെട്രോളിന്റെയും ഡീസലിന്റെയും വില ഉയർത്താൻ തന്നെയാണ് എല്ലാ സാധ്യതയും. അനുശ്രീ, ശരി, VR കാർത്തിക്കാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. സമാധാന ചർച്ചകൾ പാളിയതിന് പിന്നാലെ ഇറാന് നേരെ കടുത്ത ഭീഷണിയുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വെടിനിർത്തൽ കരാർ അതീവ ഗുരുതരാവസ്ഥയിലെന്ന മുന്നറിയിപ്പ്. കാര്യങ്ങൾ ശുഭകരമായി പര്യവസാനിക്കാൻ 1% സാധ്യത മാത്രമേ ഉള്ളൂ. ഇറാന്റെ പ്രതികരണം വിഡ്ഢിത്തമാണെന്നും വായിച്ച് പൂർത്തിയാക്കാൻ പോലും നിന്നില്ലെന്നും ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞു. Unbelievably weak, I would say. I would call it the weakest right now. After reading that piece of garbage they sent us, I didn't even finish reading it. They said, I'm not going to waste my time reading it. I would say it's one of the weakest right now. It's on life support. They understand. These are all medical people. Dr. Oz, life support is not a good thing. Do you agree? Bad prognostic. I would say the ceasefire is on massive life support, where the doctor walks in and says, sir, your loved one has approximately a 1% chance. അടുത്തയാഴ്ച നടക്കാനിരിക്കുന്ന ഇറാൻ US ചർച്ചയുടെ കാര്യത്തിലും അനിശ്ചിതത്വം തുടരുകയാണ്. ട്രംപിന്റെ ചൈനീസ് സന്ദർശനത്തിന് ശേഷം മാത്രം തുടർ നീക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യത. അജയ് സുധാബിജി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അജയ്, ഗുഡ് മോർണിംഗ്. സമാധാന ചർച്ചകളൊന്നും ഫലം കാണാതെ വരുന്നു. ഇനി നടക്കാനിരിക്കുന്ന ചർച്ചകൾ അനിശ്ചിതത്വത്തിലാണ്. അതേസമയം ട്രംപിന്റെ ചൈനീസ് സന്ദർശനം, അതിൽ നമുക്ക് എന്തെങ്കിലും പ്രതീക്ഷ വയ്ക്കാൻ സാധിക്കുമോ? അനുശ്രീ, ഇപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നതാണ് ട്രംപിന്റെ ചൈനീസ് സന്ദർശനം. അദ്ദേഹം നാളെയോടെ ചൈനയിൽ എത്തുമെന്നാണ് ഇപ്പോൾ നിലവിലുള്ള ഷെഡ്യൂൾ അനുസരിച്ച് നമുക്ക് കരുതാനാകുന്നത്. ഇപ്പോൾ 9 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു US പ്രസിഡന്റ് ചൈനയിൽ സന്ദർശനം നടത്തുന്നത്. 2017 ട്രംപ് തന്നെയാണ് ഇതിനു മുൻപേ ഒരു ചൈനീസ് സന്ദർശനം നടത്തിയിട്ടുള്ളത്. ഈ ചൈനീസ് സന്ദർശനത്തിൽ ഇറാൻ സംഘർഷം ഉൾപ്പെടെ പല സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങളും ചർച്ചയാകും എന്നുള്ളതാണ് നമുക്ക് നിലവിൽ വിവരങ്ങൾ ലഭിക്കുന്നത്. വരുന്ന 14-ാം തീയതി, അതായത് വ്യാഴാഴ്ചയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അതുപോലെ തന്നെ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങും തമ്മിൽ ചർച്ചകൾ നടക്കുന്നത്. ഇപ്പോൾ ഇറാന്റെ ഏറ്റവും വലിയ ഒരു സാമ്പത്തിക സ്രോതസ് എന്ന് പറയുന്നത് ചൈനയാണ്. ഇറാന് വലിയ രീതിയിൽ സാമ്പത്തിക സഹായം ചൈനയിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതുപോലെ യുദ്ധത്തിന്റെ കാര്യത്തിൽ ഉൾപ്പെടെ ഇറാന് ചൈന പൂർണ്ണ പിന്തുണ നൽകിയിരുന്നു. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഇറാനെ ഈ ഒരു സമാധാന കരാറിൽ എത്തിച്ചേരാൻ വേണ്ടി ചൈനയോട് സമ്മർദ്ദം ചെലുത്താൻ സാധ്യതയുണ്ട്. ട്രംപ് അപ്പോൾ അത്തരം നീക്കങ്ങളെല്ലാം കണക്കുകൂട്ടിയാകും ചൈനയിലേക്ക് പോകുന്നത് സുപ്രധാനമായി. മാത്രമല്ല, ചൈനയും ട്രംപും US തമ്മിൽ തന്നെ പല പ്രശ്നങ്ങളുമുണ്ട്. ഇപ്പോൾ തായ്വാന്റെ പ്രശ്നമുണ്ട്, അതുപോലെ വ്യാപാര പ്രതിസന്ധികളുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടി ഈ ചൈനീസ് സന്ദർശനത്തിൽ ചർച്ചയാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിലവിൽ എന്തായാലും ഒരു പരിഹാരം USന്റെയും ഇറാന്റെയും കാര്യത്തിൽ ഉണ്ടാകാൻ ഒരു സാധ്യതയുമില്ല. ഇപ്പോൾ ഇറാന്റെ പ്രതികരണം അത് US തള്ളിക്കളഞ്ഞതോടെ ഈ ചർച്ചകൾ അത് വീണ്ടും പ്രതിസന്ധിയിലായിട്ടുണ്ട്. അടുത്ത ആഴ്ച ഇസ്ലാമാബാദിൽ വെച്ച് USന്റെയും ഇറാന്റെയും ഒരു ചർച്ചകൾ നടക്കാനിരുന്നതാണ്. ഇപ്പോൾ അതും നടക്കുമോ എന്നുള്ള കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ്. ഈ ചൈനീസ് സന്ദർശനത്തിന് ശേഷം ട്രംപ് വ്യക്തമായിട്ടുള്ള ഒരു തീരുമാനം അറിയിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചൈനയിൽ നിന്ന് വരുന്ന പ്രതികരണങ്ങളും അത് നിർണായകം തന്നെയാണ്. ഇപ്പോൾ എന്തായാലും ട്രംപിന്റെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും പുതിയ ഭീഷണി അത് ഇപ്പോൾ ഓവൽ ഓഫീസിൽ വെച്ചാണ് ഉണ്ടായിരിക്കുന്നത്. ഓവൽ ഓഫീസിൽ അദ്ദേഹം ഒരു മെറ്റേണൽ ഹെൽത്ത് കെയർ ഇവന്റിൽ പങ്കെടുക്കുകയായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ഒരു ഡോക്ടർമാരുടെ ഭാഷയിലാണ് ട്രംപ് ഇറാന് നേരെ ഒരു ഭീഷണി തൊടുത്തു വിട്ടത് പോലും. അതായത് അദ്ദേഹം പറയുന്നത് ഇറാൻ ഇപ്പോൾ പുതുതായിട്ട് USന്റെ നിർദ്ദേശങ്ങളോട് പ്രതികരിച്ചത് അവിശ്വസനീയമായ രീതിയിൽ ദുർബലമാണെന്നാണ്. ഇത്തരം ഇറാന്റെ പ്രതികരണം അത് പൂർണ്ണമായി വായിച്ചു തീർക്കാൻ പോലും താൻ തയ്യാറായില്ല. ഇത്തരം വേസ്റ്റുകളൊന്നും വായിച്ച് തൻ്റെ സമയം കളയാൻ താൻ ഉദ്ദേശിക്കുന്നില്ല എന്നും ട്രംപ് പറയുന്നു. ട്രംപിനെ ഏറ്റവും കൂടുതൽ ചൊടിപ്പിച്ചത് ആണവ വിഷയങ്ങൾ ഇറാൻ സമർപ്പിച്ച ആവശ്യങ്ങളിൽ പറയാത്തതാണ്. അതായത് മറ്റു കാര്യങ്ങളെല്ലാം, ഹോർമുസ് വിഷയം ഉൾപ്പെടെ പല കാര്യങ്ങളിലും ഇറാൻ പ്രതികരണം അറിയിച്ചിട്ടുണ്ടെങ്കിലും ആണവ വിഷയത്തിൽ അവർ കൃത്യമായിട്ടുള്ള ഒരു നിലപാട് എടുത്തിരുന്നില്ല. ട്രംപ് പറയുന്നത് നേരിട്ടുള്ള ചർച്ചകളിലാണെങ്കിലും
ടെലഫോൺ വഴിയുള്ള ചർച്ചകളിലാണെങ്കിലും അല്ലെങ്കിൽ പാകിസ്ഥാൻ വഴി മധ്യസ്ഥർ വഴി തന്നിട്ടുള്ള ഒരു സൂചനകളിലാണെങ്കിലും ആണവ വിഷയത്തിൽ ഒരു പരിഹാരം കാണാം എന്നാണ് ഇറാൻ പറഞ്ഞിരുന്നത്. ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉൾപ്പെടെ US-ലേക്ക് കൊണ്ടുപോകാൻ അവർ സമ്മതിച്ചിരുന്നു. പക്ഷേ പേപ്പറിലേക്ക് എത്തിയപ്പോൾ അവർ ആ ഒരു കാര്യം പേപ്പറിൽ സൂചിപ്പിച്ചിട്ടില്ല. അതായത് അവർ ഓൾറെഡി സമ്മതിച്ച ഒരു കാര്യം അവർ തന്നെ പിൻവലിക്കുന്ന ഒരു നിലപാടാണ് നിലവിൽ ഉണ്ടായിരിക്കുന്നതെന്നാണ് ട്രംപ് ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഇറാനുമായിട്ടുള്ള സമാധാന കരാർ അത് ഇപ്പോൾ അതീവ ഗുരുതരാവസ്ഥയിലാണെന്നും ട്രംപ് സൂചിപ്പിക്കുന്നു. ഇതാണ് നേരത്തെ പറഞ്ഞ ഡോക്ടർമാരുടെ ഭാഷയിലുണ്ടായ ട്രംപിന്റെ ഒരു പ്രതികരണം. അതായത് അദ്ദേഹം പറയുന്നത് ഇറാനുമായിട്ടുള്ള ഒരു വെടിനിർത്തൽ എന്ന് പറയുന്നത് ഇപ്പോൾ ജീവൻ രക്ഷാ സംവിധാനങ്ങളുടെ സഹായത്തോടെയാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഒരു ഡോക്ടറിനോട് നിങ്ങളുടെ രോഗി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ രോഗി ഇനി ജീവനോടെ ഇരിക്കാൻ 1% സാധ്യതയുള്ളൂ എന്ന് പറയും പോലെയാണ് നിലവിൽ ഇറാനുമായിട്ടുള്ള US-ന്റെ ചർച്ചയുടെ സ്ഥിതി ഇരിക്കുന്നത്. ഇനി സമാധാന ചർച്ചകൾ നല്ല ശുഭകരമായി പര്യവസാനിക്കാൻ 1% മാത്രമേ സാധ്യതയുള്ളൂ എന്നാണ് ട്രംപ് ഇതുവഴി സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഏത് നിമിഷം വേണമെങ്കിലും വെടിനിർത്തൽ ലംഘനം ഉണ്ടായേക്കാം എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി ട്രംപ് ഇതുവഴി നൽകുന്നുണ്ട്. എന്തായാലും ഇറാൻ ഒട്ടും തന്നെ പിന്നോട്ട് പോകാൻ സാധ്യതയില്ല. ഇറാന്റെ വിദേശകാര്യ വക്താവായിട്ടുള്ള ഇസ്മായിൽ ബഗൈ പറയുന്നത് US-ന്റെ നിർദ്ദേശങ്ങൾ അസംബന്ധമാണ്, ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്തത് ആണ് എന്നുമാണ്. അതുപോലെ തന്നെ ഇറാന്റെ പാർലമെന്റ് സ്പീക്കറായിട്ടുള്ള മുഹമ്മദ് ബാഖർ ഖാലിബാഫ് പ്രതികരിക്കുന്നത് US-ന്റെയും ഇസ്രായേലിന്റെയോ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള പ്രകോപനം ഉണ്ടായാൽ അതിന് തിരിച്ചടി നൽകാൻ ഇറാൻ പൂർണ്ണ സജ്ജമാണെന്നാണ്. എന്തായാലും രണ്ട് ഭാഗത്തുള്ള നേതാക്കളും ഇപ്പോൾ പരസ്പരം മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു നിലപാടാണ്. സമാധാന ചർച്ചകളിൽ യാതൊരു പുരോഗതിയുമില്ല എന്ന് നമുക്ക് കാണാനാകും. ശരി, അജയ് സുധാ ബിജുവാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ താരസംഘടനയായ അമ്മ ഇന്ന് എക്സിക്യൂട്ടീവ് യോഗം ചേരും. ഓഫീസ് ജീവനക്കാരി അകാരണമായി പിരിച്ചുവിട്ടുവെന്ന പരാതി ഉയർന്നതിന് പിന്നാലെയാണ് യോഗം ചേരുന്നത്. കൊച്ചിയിലെ ഓഫീസിലാണ് യോഗം. യോഗം ചർച്ച ചെയ്യും. ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരനും ട്രഷറർ ഉണ്ണി ശിവപാലിനുമെതിരെയാണ് പരാതി. പ്രസിഡന്റ് ശ്വേതാ മേനോൻ ഇതേക്കുറിച്ച് അറിയില്ലെന്നും ഫ്രണ്ട് ഓഫീസ് ജീവനക്കാരിയായ യുവതി പരാതിപ്പെട്ടിരുന്നു. സംഭവത്തിൽ എറണാകുളം നോർത്ത് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഡാനി, യുവതി രൂക്ഷമായ പരാതിയുമായാണ് രംഗത്തെത്തിയിരിക്കുന്നത്. ഉണ്ണി ശിവപാലിനെതിരെ അദ്ദേഹം മാനസികമായി ഉപദ്രവിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതുപോലെ തന്നെ കുക്കു പരമേശ്വരനോട് പരാതി പറഞ്ഞിരുന്നെങ്കിലും അതിനൊരു പരിഹാരമുണ്ടായില്ല, നടപടികൾ സ്വീകരിച്ചില്ല എന്നുള്ള ആരോപണങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇന്ന് ചേരുന്ന യോഗത്തിൽ ഇതിനുള്ള നടപടികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? അനുശ്രീ, യോഗം നേരത്തെ നിശ്ചയിക്കപ്പെട്ടതാണ്. അത് കാരണം അവരുടെ ഒരു പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ചേരുന്ന യോഗങ്ങളിൽപ്പെട്ടതാണ് എന്നതാണ് അറിയിച്ചിരിക്കുന്നത്. ഇതിൽ അസാധാരണമായി ഒന്നുമില്ല. ഇതിൻ്റെ അടിസ്ഥാനത്തിലുമല്ല യോഗം വിളിച്ചിരിക്കുന്നത് എന്നതെല്ലാമാണ് ഇവരൊരു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർ നൽകുന്നൊരു വിശദീകരണം. പക്ഷേ എങ്കിൽ കൂടി ഈ പരാതി ഗൗരവതരത്തിലാണ് ഉള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ അത് പരാതിക്കാർ തന്നെ പോലീസ് സ്റ്റേഷനിലെത്തുകയും പരാതി നൽകുകയും അവരതിനെക്കുറിച്ച് പ്രതികരണം നടത്തുകയും എല്ലാം തന്നെ ചെയ്തതാണ്. ആ പ്രതികരണത്തിൽ അവർ പരാതി ഇതിനകത്ത് താരസംഘടനയോട് തന്നെ ഇതിൽ ഉന്നയിക്കപ്പെടുമ്പോൾ പോലും അതിൽ അർഹമായ ഒരു പരിഗണനയും അവർക്ക് നൽകിയില്ല എന്നത് ഗുരുതര സ്വഭാവമുള്ളതാണ്. കാരണം ഇതിൽ അമ്മയുടെ പ്രസിഡന്റ് ശ്വേതാ മേനോൻ ഇതിനെക്കുറിച്ച് അറിയില്ല എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ജനറൽ സെക്രട്ടറി പരാതി ഇതിനെക്കുറിച്ച് പറയുമ്പോൾ എങ്ങനെയെങ്കിലും അതിനോട് പൊരുത്തപ്പെട്ടു പോവുക എന്ന രീതിയിലെല്ലാം അവരെ ഉപദേശിക്കുകയും ചെയ്തു എന്നതെല്ലാമാണ് അവർ പറയുന്നത്. ട്രഷറായ ഉണ്ണി ശിവപാലിനെതിരെയാണ് പരാതി ഉന്നയിച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് ഈ തന്നെ ഫ്രണ്ട് ഓഫീസ് ജീവനക്കാരി എന്ന് പറഞ്ഞ് ഈ ജോലിയിലേക്ക് പ്രവേശിപ്പിക്കുകയും പിന്നീട് അവിടെ ശുചിമുറി അടക്കം വൃത്തിയാക്കണമെന്ന നിർദ്ദേശത്തിലേക്ക് വരികയും അത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും എല്ലാം തന്നെ ചെയ്തു. ഇത് പരാതി പറഞ്ഞിട്ടും അതിൽ യാതൊരു രീതിയിലുള്ള നടപടികളും ഉണ്ടായില്ല. കടുത്ത മാനസിക പീഡനമാണ് തനിക്ക് അവിടെ നിന്ന് ഏൽക്കേണ്ടി വന്നത് എന്നതെല്ലാമാണ് ഇവർ ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് സ്വാഭാവികമായ ചർച്ച ചെയ്യേണ്ടതാണ്. കാരണം അവിടുത്തെ ഒരു ജീവനക്കാരിയുടെ ഒരു പരാതിയാണ്. ആ പരാതി ഉത്തരവാദിത്തപ്പെട്ടവരോട് പറഞ്ഞിട്ട് പോലും അവർ അതിനോട് ഒരു സ്ത്രീയാണ് ഈ പരാതി ഉന്നയിക്കുന്നത് എന്നിട്ട് പോലും അതൊരു മറ്റൊരു സ്ത്രീ ഭാരവാഹിയോടാണ് ഇത് പറയുന്നത്. എന്നിട്ടും അവരിതിലൊരു നടപടിയും ഇല്ലാതെ അത് പരാതി ചെവിക്കൊള്ളാതെ മുന്നോട്ട് പോയി എന്നതെല്ലാമാണ് സൂചിപ്പിക്കുന്നത്. സ്വാഭാവികമായും ഇന്ന് ചേരുന്ന യോഗത്തിൽ ഇത് ചർച്ച ചെയ്യും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. സാധാരണ യോഗമാണെങ്കിലും ഇപ്പോഴുള്ളത് ഒരു അസാധാരണ സാഹചര്യമാണ്. പരാതി ഉന്നയിക്കപ്പെട്ടിരിക്കുകയാണ്. അമ്മയ്ക്കകത്ത് അവിടുത്തെ ഒരു ഓഫീസ് ജീവനക്കാർ തന്നെ പരാതിപ്പെട്ടിരിക്കുന്നു. അതിലൊരു ഭാരവാഹിയുടെ പെരുമാറ്റത്തെക്കുറിച്ചാണ് പരാതി വന്നിരിക്കുന്നത്. സ്വാഭാവികമായും ഇത് ചർച്ച ചെയ്യപ്പെടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം ഇവരൊരു പ്രതികരണമോ അല്ലെങ്കിൽ പ്രസ്താവനയോ ഉണ്ടാകുമെന്നും പൊതുവിൽ നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യും. അനുശ്രീ.
മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്നതിൽ വിമർശനവുമായി സമസ്ത മുഖപത്രം. ജനവിധിയെ അപഹസിക്കരുതെന്നാണ് വിമർശനം. മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള വടംവലി ജനങ്ങളോടുള്ള മര്യാദയില്ലായ്മ. നേതൃത്വത്തെ സമ്മർദ്ദത്തിലാക്കുന്നത് ആശ്വാസ്യമല്ലെന്നും വിമർശനമുണ്ട്. MS അനീഷ് കുമാർ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അനീഷ്, മുഖ്യമന്ത്രി തർക്കവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് തലപുകയ്ക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇന്ന് നിർണായക ചർച്ചകൾ ഡൽഹിയിൽ നടക്കാനിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ കൂടെയാണ് സമസ്തയുടെ ഭാഗത്ത് നിന്നുകൂടി ഇത്തരത്തിൽ വിമർശനങ്ങൾ ഉയരുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ കഴിഞ്ഞ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ കഴിയാത്ത കോൺഗ്രസ് നിലപാടിനെ വലിയ തോതിൽ വിവിധ കോണുകളിൽ നിന്നും വിമർശിക്കുമ്പോൾ അല്ലെങ്കിൽ വിമർശനങ്ങൾ ഉയർന്നു വരുമ്പോഴാണ് ഇപ്പോൾ സുപ്രഭാതം സമസ്തയുടെ മുഖപത്രവും ഇതിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. ജനാധിപത്യത്തിൽ യജമാനന്മാർ ജനങ്ങളാണെന്നും തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം കേൾക്കുന്ന വാഴ്ത്തുപാട്ടോ എന്ന രീതിയിലാണ് ആ തലക്കെട്ടിൽ ആണ് കാര്യങ്ങൾ ആരംഭിക്കുന്നത്. അധികാര പദവി എന്ന പരകായ പ്രവേശത്തിലേക്കുള്ള വഴി മാത്രമാണ് പലർക്കും. ജനങ്ങൾ പദവിയിൽ പ്രതിഷ്ഠിക്കപ്പെട്ടാൽ പിന്നെ ജനങ്ങൾ തങ്ങളുടെ അടിമകളാണെന്ന മനോഭാവം ആ ചിന്തയിലും പ്രവൃത്തിയിലും പടരുന്നു. ഇക്കാര്യത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ ഒട്ടും പിന്നിലല്ല, ഇതിൽ കോൺഗ്രസ് ഒട്ടും പിന്നിലല്ല എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ കാര്യങ്ങൾ ഓർപ്പെടുന്നത്. 10 ആണ്ടുകാലം തങ്ങളെ ഭരിച്ച ഭരണകൂടത്തെ പുറന്തള്ളി പകരം കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF മുന്നണിയെ കേരളം ജനത ചരിത്ര വിജയത്തിലൂടെ ഭരണത്തിലേക്ക് കൊണ്ടുവന്നു. എന്നാൽ ജനവിധിയുടെ വിശാലമായ അർത്ഥവും ബാധ്യവും ഉൾക്കൊണ്ട് ഭരണഘടനാപരമായ ബാധ്യതകൾ നിർവഹിക്കാതിരിക്കുന്നു എന്നടക്കമുള്ള രൂക്ഷമായ വിമർശനങ്ങൾ ഈ എഡിറ്റോറിയലിൽ പെടുത്തിയിരിക്കുന്നു. MLA-മാരോ അവരെ നയിക്കുന്ന മുന്നണിക്ക് ഒരു നേതാവിനെ തെരഞ്ഞെടുക്കാൻ കഴിയാതെ വരുന്നത് കൊള്ളരുതായ്മ എന്ന് തന്നെ വേണം വിശേഷിപ്പിക്കാൻ എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും നേരത്തെ ലീഗിലെ നേതാക്കൾ അടക്കം ഇക്കാര്യത്തിൽ വിമർശനം ഉന്നയിച്ച് രംഗത്തെത്തിയിരുന്നു. തങ്ങൾക്ക് ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ഒരു സ്വീകരണം ഏറ്റുവാങ്ങാൻ പോലും കഴിയുന്നില്ല. വോട്ട് ചെയ്ത ജനങ്ങൾ തങ്ങളോട് ആരാണ് മുഖ്യമന്ത്രി എന്ന് ചോദിക്കുമ്പോൾ എന്ത് മറുപടി പറയുന്നു എന്നടക്കമുള്ള രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്നു. പൊതു ഇടങ്ങളിൽ നിന്ന് പോലും ഇത്തരം വിമർശനങ്ങൾ വരുമ്പോഴാണ് സമസ്ത മുഖപത്രവും UDF-നെ വിമർശിച്ച് അല്ലെങ്കിൽ കോൺഗ്രസിനെ വിമർശിച്ച് മുന്നോട്ട് എത്തിയിരിക്കുന്നത്. ശരി, സമസ്ത മുഖപത്രം UDF-നെ വിമർശിച്ച് മുന്നോട്ടെത്തിയിരിക്കുന്നു. മുഖ്യമന്ത്രി തർക്കത്തിൽ ജനങ്ങളോട് മര്യാദയില്ലായ്മ കാണിക്കുന്നു എന്നുള്ള വിമർശനമാണ് സമസ്തയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. MS അനീഷ് കുമാറാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മഴയ്ക്കൊപ്പം 30 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദവും കേരള തീരത്തോട് ചേർന്നുള്ള ലക്ഷദ്വീപിന് മുകളിലായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതുമാണ് മഴയ്ക്ക് കാരണം. തിരുവനന്തപുരം ജില്ലയിലെ തീരങ്ങളിൽ ഇന്ന് കടലാക്രമണ സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കടലാക്രമണ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. കോഴിക്കോട് നരിക്കുനിയിൽ ഇടിമിന്നലേറ്റ് വീട് തകർന്നു. നരിക്കുനി വാര്യം വീട്ടിൽ മാധവൻ നായരുടെ വീടാണ് തകർന്നത്. ഇന്നലെ വൈകുന്നേരമായിരുന്നു അപകടം. തകർന്ന ചുമര് കാലിൽ പതിച്ച ഗൃഹനാഥന് പരിക്കേറ്റിട്ടുണ്ട്. കോഴികളും കൂട്ടത്തോടെ ചത്തു. ലൈംഗികാതിക്രമ കേസിൽ പ്രതിയായ കൊച്ചി എളമക്കര പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് SI മുജീബ് റഹ്മാന് വേണ്ടി പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകിയേക്കും. മുജീബ് റഹ്മാനെതിരെ വകുപ്പ് തല നടപടിയുണ്ടാകും. മുജീബ് റഹ്മാനെ എളമക്കര പോലീസ് ഇന്നലെ രാവിലെയാണ് അറസ്റ്റ് ചെയ്തത്. ലൈംഗികാതിക്രമ കേസിൽ യുവതിയുടെ പരാതിയിലും പത്തനംതിട്ട സ്വദേശിയായ ഡോക്ടർ നൽകിയ പരാതിയിലുമാണ് കേസെടുത്തിരിക്കുന്നത്. ലഹരി കേസിൽ പെടുത്താതിരിക്കാൻ 1.5 ലക്ഷം ആവശ്യപ്പെട്ടുവെന്നാണ് പരാതി. അവയവദാനത്തിന് വ്യാജരേഖ ചമയ്ക്കുന്ന കേസിലെ മുഖ്യപ്രതി തമിഴ്നാട്ടിലും അവയവ കച്ചവടവും മറ്റ് തട്ടിപ്പുകളും നടത്തിയെന്ന് സൂചന. ഇതേ തുടർന്ന് അന്വേഷണം തമിഴ്നാട്ടിലേക്കും വ്യാപിപ്പിക്കാൻ ഒരുങ്ങുകയാണ് കേരള പോലീസ്. പ്രതി നജീബിൽ നിന്നാണ് പോലീസിന് ഇതേക്കുറിച്ചുള്ള വിവരം ലഭിച്ചത്. ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. നജീബിൽ നിന്നും കൂടുതൽ ഏജന്റുമാരുടെ വിവരങ്ങൾ ലഭ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് പോലീസുള്ളത്. കേസ് അന്വേഷണത്തിന് പ്രത്യേക സംഘം രൂപീകരിക്കും. നജീബ് കലട്ര കൊലക്കേസിലും പ്രതിയായിരുന്നതായി പോലീസ് കണ്ടെത്തി. സംസ്ഥാനത്ത് മദ്യബ്രാൻഡുകളുടെ വില കുറച്ചു. ഓൾഡ് മങ്ക്, ഓഫീസേഴ്സ് ചോയ്സ്, ലേ മൗണ്ട് അടക്കം ബ്രാൻഡുകൾക്കാണ് വില കുറഞ്ഞത്. 1/2 ലിറ്ററിന് 10 രൂപ മുതൽ 50 രൂപ വരെയാണ് വില കുറച്ചത്. ചില ബ്രാൻഡുകൾക്ക് മാത്രമാണ് വില കുറഞ്ഞത്. മദ്യം വിതരണം ചെയ്യുന്ന കമ്പനികൾ വില കുറയ്ക്കാൻ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി. കൂടുതൽ വിറ്റുവരവുള്ള ബ്രാൻഡുകൾക്കും ആനുപാതികത്തിനായി വില കുറഞ്ഞിട്ടുണ്ട്. 50-ലധികം ബ്രാൻഡുകൾക്ക് വിലക്കുറവ് ബാധകമാകും. ഇന്നു മുതൽ വിലക്കുറവ് നിലവിൽ വന്നു.
മാങ്കുളത്തെ വെള്ളച്ചാട്ടങ്ങളിൽ പ്രസിദ്ധമാണ് 33 വെള്ളച്ചാട്ടം. മധ്യവേനൽ അവധി ആഘോഷങ്ങൾക്കായി മാങ്കുളത്തേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമായി മാറുകയാണിവിടം. എത്ര കടുത്ത വേനലിലും 33 വെള്ളച്ചാട്ടം വരൾച്ചയെ അതിജീവിച്ച് ജലസമൃദ്ധമായി നിലനിൽക്കുമെന്നതാണ് ഇവിടുത്തെ സവിശേഷത. മാങ്കുളം വനത്തിലൂടെ ഒഴുകിയെത്തി ഒരേ നിരയിൽ പാറക്കെട്ടുകളിൽ നിന്നും താഴേക്ക് പതിക്കുന്ന വെള്ളച്ചാട്ടങ്ങളുടെ കൂട്ടമാണ് പ്രസിദ്ധമായ 33 വെള്ളച്ചാട്ടമെന്ന് അറിയപ്പെടുന്നത്. കാട്ടുചോലയിൽ നിന്നും ഒഴുകിയെത്തുന്നതിനാൽ നട്ടുച്ച നേരത്തും ഇവിടുത്തെ വെള്ളത്തിന് ശക്തമായ തണുപ്പ് അനുഭവപ്പെടും. ഈ വിദേശികളും സ്വദേശികളടക്കം ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ വന്നു പോകുന്ന ഒരിടമായി 33 വെള്ളച്ചാട്ടം മാറിയിട്ടുണ്ട്. അവിടെ പ്രത്യേകത എന്നുള്ളത് വലിയവരും ചെറിയവരുമായ കുട്ടികൾ ഉൾപ്പെടെയുള്ള വരുമ്പോൾ സുരക്ഷിത കവചം തീർത്ത് മനോഹരമായ വെള്ളച്ചാട്ടവും കുത്തൊഴുക്കുകളും നീർച്ചാലുകളും കാണുവാനുള്ള വലിയൊരു മനോഹരമായ ഒരിടമായി 33 വെള്ളച്ചാട്ടം മാറിയിട്ടുണ്ട്. മധ്യവേനലവധി ആരംഭിച്ചതോടെ സഞ്ചാരികളും ധാരാളമായി ഇവിടേക്ക് എത്തുന്നുണ്ട്. കാട്ടുമൃഗങ്ങൾ എത്തുന്ന പ്രദേശമാണെങ്കിലും മറ്റ് അപകട ഭീഷണിയില്ലാത്തതിനാൽ കുട്ടികൾ പോലും വെള്ളത്തിൽ ഏറെ സമയം ചെലവഴിക്കും. ആനക്കുളത്ത് കാട്ടാനകളെ കാണാനെത്തുന്ന സഞ്ചാരികൾ 33 വെള്ളച്ചാട്ടവും കണ്ടാണ് മടങ്ങാറുള്ളത്. വനം വകുപ്പും വിനോദസഞ്ചാര വിഭാഗവും ഒക്കെ ഇടപെട്ടാൽ മാങ്കുളത്തെ ഈ 33 വെള്ളച്ചാട്ടം നാടിന് കൂടുതൽ മുതൽക്കൂട്ടാവും. ന്യൂസ് 18 ഇടുക്കി. പട്ടാമ്പിയിലെത്തുന്നവർക്ക് കാഴ്ച വിസ്മയമൊരുക്കുകയാണ് പട്ടണത്തിലെ ചുമരുകളും മതിലുകളും. കലാവൈഭവം നിറയുന്നതും ബോധവൽക്കരണ സന്ദേശങ്ങൾ നൽകിയുമുള്ള ചിത്രങ്ങൾ നയനമനോഹരമാണ്. പട്ടാമ്പി നഗരസഭയുടെ നേതൃത്വത്തിലാണ് സൗന്ദര്യവൽക്കരണം നടത്തുന്നത്. പട്ടാമ്പി നഗരത്തിലെത്തുന്നവരെ മനോഹരമായ ചിത്രങ്ങളിലൂടെ സ്വീകരിക്കുകയാണ് പാതയോരങ്ങളിലെ മതിലുകളും ചുമരുകളും. പട്ടാമ്പി നഗരസഭയുടെ നേതൃത്വത്തിലാണ് മനോഹര ചിത്രങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്നത്. കലാരൂപങ്ങളും കൗതുക ചിത്രങ്ങളുമാണ് ഇടം പിടിക്കുന്നത്. ഒപ്പം മാലിന്യ സംസ്കരണത്തെയും ജലവായു സംരക്ഷണത്തെയും കുറിച്ചുള്ള ബോധവൽക്കരണ സന്ദേശങ്ങളും ഒരുക്കിയിട്ടുണ്ട്. നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായാണ് പദ്ധതി നടത്തിയതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ TP ഷാജി പറഞ്ഞു. പട്ടാമ്പി നഗര സൗന്ദര്യവൽക്കരണത്തിന് ആവശ്യമായ ഫണ്ട് നഗരസഭ നീക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പട്ടാമ്പി ടൗണിലെ എല്ലാ മേഖലയിലും ഒഴിഞ്ഞു കിടക്കുന്ന എല്ലാ മതിലുകളും ഇത് പെയിന്റിംഗ് പ്രവൃത്തികൾ പൂർത്തീകരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. ഈ റോഡ് പ്രവൃത്തി കൂടി പൂർത്തീകരിക്കുന്നതോടുകൂടി നഗര സൗന്ദര്യവൽക്കരണം എന്നുള്ള ഒരു പ്രഖ്യാപിത പരിപാടി പൂർത്തീകരിക്കുന്നതിനാവശ്യമായ നടപടികളുമായി നഗരസഭ മുന്നോട്ട് പോകും. പട്ടാമ്പി കമ്മാനം പോലീസ് സ്റ്റേഷന്റെയും മിനി സിവിൽ സ്റ്റേഷന്റെയും ചുറ്റുമതിൽ, പാതിവരത്തെ മരങ്ങൾ, സർക്കാർ സ്ഥാപനങ്ങളുടെ മതിലുകൾ, ചുമരുകൾ, പൊതു ഇടങ്ങൾ എന്നിവിടങ്ങളിലായാണ് കണ്ണിനു കാഴ്ച വിരുന്നൊരുക്കി മനോഹര ചിത്രങ്ങൾ സജ്ജമാക്കിയത്. ന്യൂസ് 18 പട്ടാമ്പി. തേക്കടി തടാകത്തിൽ ജലനിരപ്പിൽ നേരിയ വർധനയെ തുടർന്ന് നിർത്തിവെച്ചിരുന്ന വലിയ ബോട്ടുകളുടെ സർവീസ് പുനരാരംഭിച്ചു. ഇപ്പോൾ KTDCയുടെ 3 ബോട്ടുകളും വനംവകുപ്പിന്റെ 2 ബോട്ടുകളും ഇവിടെ സർവീസ് നടത്തുന്നുണ്ട്. തേക്കടി തടാകത്തിൽ ജലനിരപ്പ് 110 അടിയിലേക്ക് താഴ്ന്നപ്പോഴാണ് കഴിഞ്ഞ മാസം വലിയ ബോട്ടുകളുടെ സർവീസ് നിർത്തിവെച്ചത്. പരമാവധി സഞ്ചാരികൾ കയറിയാൽ ബോട്ടിന്റെ അടിഭാഗം മണൽത്തിട്ടയിൽ ഇടിക്കാൻ സാധ്യതയുള്ളതിനാൽ സുരക്ഷ മുൻനിർത്തിയാണ് സഞ്ചാരികളുടെ എണ്ണം കുറച്ചത്. ഇപ്പോൾ 120 പേർക്ക് സഞ്ചരിക്കാവുന്ന KTDCയുടെ വലിയ ബോട്ടുകളിൽ പരമാവധി 60 പേരുമായാണ് സർവീസ് നടത്തുന്നത്. വനംവകുപ്പിന്റെ വനജോസ്ന, പെരിയാർ എന്നീ ബോട്ടുകളിൽ 60 പേരുടെ സ്ഥാനത്ത് 45 പേരുമായാണ് സർവീസ് നടത്തുന്നത്. വനംവകുപ്പിന്റെ തന്നെ വനലക്ഷ്മി, വനദർശൻ എന്നീ ബോട്ടുകളിൽ 18 പേരുടെ സ്ഥാനത്ത് 15 പേരുമായി സർവീസ് നടത്തുന്നുണ്ട്. നല്ല ശാന്തവും നല്ലൊരു അന്തരീക്ഷവും നല്ല എയറും ഒക്കെ ഉള്ളത്. എത്ര സമയം എടുത്തു? ഏകദേശം ഒരു മണിക്കൂറിനകത്തല്ലേ. 1 മണിക്കൂർ. കുഴപ്പമില്ല. നല്ല ഒരു KSP ജീവനക്കാർ ഞങ്ങൾ 24 പേരുണ്ട്. 24 പേർക്ക് അങ്ങോട്ട്. അപ്പോൾ രാവിലെ വന്നു. ഇപ്പം തിരിച്ചിറങ്ങി. ജലനിരപ്പ് താഴ്ന്നതിനെ തുടർന്നാണ് വലിയ ബോട്ടുകളുടെ സർവീസ് KTDC നിർത്തിവച്ചിരിക്കുന്നത്. എന്നാൽ വനംവകുപ്പിന്റെ ബോട്ടുകൾ ആളുകളുടെ എണ്ണം പരിമിതിപ്പെടുത്തിയെങ്കിലും സർവീസ് പൂർണ്ണമായി നിർത്തിയിരുന്നില്ല. വരും ദിവസങ്ങളിൽ ശക്തമായ മഴ ലഭിക്കുമെന്ന പ്രതീക്ഷയുള്ളതിനാൽ വീണ്ടും സർവീസ് നിർത്തിവെക്കേണ്ട സാഹചര്യം ഉണ്ടാകില്ലെന്നാണ് കരുതുന്നത്. എങ്കിലും നിരവധി സഞ്ചാരികൾക്ക് ഇപ്പോൾ വേണ്ടത്ര ബോട്ട് യാത്രാ സൗകര്യം ലഭ്യമല്ലാത്തതിനാൽ നിരാശരായി മടങ്ങുകയും ചെയ്യുന്നുണ്ട്. ന്യൂസ് 18 ഇടുക്കി.
മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി മുക്കം നഗരസഭയിലെ ഇരവിഴിഞ്ഞപ്പുഴ ശുചീകരിച്ചു. മുക്കം അഗസ്ത്യമൊഴി കടവിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ചാന്ദിനി ഉദ്ഘാടനം ചെയ്തു. ഇരവിഴിഞ്ഞപ്പുഴയുടെ അഗസ്ത്യമൊഴി മുതൽ മുക്കം പാലം വരെയുള്ള ഭാഗമാണ് ശുചീകരിച്ചത്. മുക്കം നഗരസഭയിലെ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി നഗരസഭയിലെ ഇരുവഴിഞ്ഞിപ്പുഴ ശുചീകരിച്ചു. ഇരുവഴിഞ്ഞിപ്പുഴയുടെ അഗസ്ത്യമൊഴി മുതൽ മുക്കം പാലം വരെയുള്ള ഭാഗമാണ് ശുചീകരിച്ചത്. ഹരിതകർമ്മ സേനാംഗങ്ങൾ, നഗരസഭയിലെ ശുചീകരണ തൊഴിലാളികൾ, കുടുംബശ്രീ പ്രവർത്തകർ, മുക്കത്തെ വിവിധ സന്നദ്ധ സംഘടനകളായ എന്റെ മുക്കം, ആശ്രയ, സിവിൽ ഡിഫൻസ് പ്രവർത്തകർ, പൊതുജനങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് പുഴ ശുചീകരിച്ചത്. നിരവധി കുടിവെള്ള പദ്ധതികളുള്ള ഇരുവഴിഞ്ഞിപ്പുഴയിലെ വെള്ളം ഉപയോഗിക്കുന്ന ആളുകളുടെ ആരോഗ്യ സംരക്ഷണമാണ് പുഴ ശുചീകരണത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ചാന്ദിനി പറഞ്ഞു. ഇരുവഴിഞ്ഞിപ്പുഴ തീരത്താണ് നമ്മുടെ നിരവധിയായിട്ടുള്ള കുടിവെള്ള പദ്ധതികളുള്ളത്. അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന മഴയ്ക്ക് മുന്നേ ഈ കടവുകളും ഈ തീരത്തടിഞ്ഞുകൂടുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളും എല്ലാം തന്നെ പെറുക്കി ഈ പുഴയെ വൃത്തിയാക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. അതേപോലെ പകരുന്ന മറ്റു രോഗങ്ങൾ, ഇത്തരം രോഗങ്ങളെയൊക്കെ അതിജീവിക്കണമെങ്കിൽ, മഹാമാരികളില്ലാതിരിക്കണമെങ്കിൽ നമ്മുടെ പുഴ, പ്രത്യേകിച്ച് നമ്മുടെ ഇരവഴിഞ്ഞിപ്പുഴ എന്ന് പറയുന്നത് മുക്കം നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏറ്റവും വലിയ ഘടകമാണ്. അത് വൃത്തിയാക്കുക എന്നുള്ള ഒരു പ്രവൃത്തിയാണ് ഇന്നിവിടെ നടക്കുന്നത്. മുക്കം അഗസ്ത്യമൊഴി കടവിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ചാന്ദിനി പുഴ ശുചീകരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ശുചീകരണ പ്രവർത്തികൾക്ക് ഡെപ്യൂട്ടി ചെയർമാൻ CA പ്രദീപ് കുമാർ, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ അബ്ദുൽ അസീസ് വാർപ്പിൽ, റാഷിദ് കുന്നത്ത്, KP ബിന്ദു, ഭവന വിനോദ്, നഗരസഭാ കൌൺസിലർമാർ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് 18 മുക്കം. മനസാക്ഷിയെ ഞെട്ടിച്ചും കണ്ണീരിലാഴ്ത്തിയും നടന്ന ദുരന്തങ്ങളുടെ ചരിത്രശേഷിപ്പുകളുടെ അവസാനത്തിന് വീണ്ടും സാക്ഷ്യം വഹിക്കുകയാണ് പട്ടാമ്പിയിലെ സ്ക്രാപ്പ് വ്യാപാര മേഖല. കോയമ്പത്തൂർ അവിനാശിയിൽ 19 പേരുടെ മരണത്തിനിടയാക്കിയ KSRTC ബസ്സാണ് ഇപ്പോൾ പൊളിക്കാനായി പട്ടാമ്പിയിലെത്തിച്ചത്. മുൻപ് കരിപ്പൂർ ദുരന്തത്തിലെ വിമാനം പൊളിച്ചതും പട്ടാമ്പിയിലായിരുന്നു. സംസ്ഥാനത്തെ ഞെട്ടിച്ച കോയമ്പത്തൂർ അവിനാശി ബസ് അപകടത്തിൽ 19 പേർക്കാണ് ജീവൻ നഷ്ടമായത്. തമിഴ്നാട് തിരുപ്പൂരിലെ അവിനാശിയിൽ KSRTC ബസ് കണ്ടെയ്നർ ലോറിയിൽ ഇടിച്ചാണ് അപകടമുണ്ടായത്. കേരളത്തെ കണ്ണീരിലാഴ്ത്തിയ നടുക്കുന്ന സംഭവത്തിൽ അപകടത്തിൽപ്പെട്ട ബസ് അണിപ്പോൾ പട്ടാമ്പിയിലെത്തിച്ചാണ് പൊളിക്കുന്നത്. 48 യാത്രക്കാരുമായി ബംഗളൂരിൽ നിന്നും കൊച്ചിയിലേക്ക് വരുന്ന KSRTCയുടെ RS 784 നമ്പർ ബംഗളൂരു എറണാകുളം വോൾവോ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. എതിരെ വന്ന് നിയന്ത്രണം വിട്ട് ഡിവൈഡറിലിടിച്ച ലോറിയിൽ നിന്നും റോഡിലേക്ക് വീണ കണ്ടെയ്നറിലേക്ക് KSRTC ബസ് ഇടിച്ച് കയറുകയായിരുന്നു. ബസിന്റെ വലതുഭാഗത്തിരുന്ന ഡ്രൈവറും കണ്ടക്ടറും ഉൾപ്പെടെ 19 പേരാണ് മരിച്ചത്. അപകടത്തിൽ ഒറ്റപ്പാലം തിരുവേഗപ്പുറ സ്വദേശികളും മരണപ്പെട്ടു. 2020 ഫെബ്രുവരി 20-നുണ്ടായ അപകടത്തിൽപ്പെട്ട ബസ്സാണ് 6 വർഷത്തിനു ശേഷം പൊളിക്കുന്നത്. ഇടപ്പാൾ ഡിപ്പോയിൽ നിന്നും പട്ടാമ്പി വാടനാംകുറിശ്ശിയിലെ കാജ, കരീം, നവാസ് എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള KGN ജനറൽ ട്രേഡിംഗ് കമ്പനിയാണ് ലേലത്തിൽ ബസ്സുകൾ എടുത്തത്. KSRTC ലേലത്തിലെടുത്ത് സ്ക്രാപ്പ് ചെയ്യുന്ന പരിപാടി. ഇതിപ്പോൾ 8 ഇനി വരാണ്ട്, സാധനം വരാണ്ട്, വണ്ടികൾ വരാണ്ട്. ഇത് ഓൺലൈൻ ലേലാണ് ഇപ്പോൾ വരുന്നത്. അങ്ങനെ ലേലത്തിലെടുക്കും, അങ്ങനെ പൊളിക്കും, നമ്മളിങ്ങനെ കയറ്റി അയക്കുന്ന പരിപാടി. എങ്ങനത്തെ ബസ്സാണ് വരുന്നത്? അതിങ്ങനെ വോൾവോ, മറ്റേ സാധാ ഇങ്ങനത്തെ മറ്റേ സ്കാനിയ ഇതുപോലത്തെ സാധാ ബസ്സുകളൊക്കെ അങ്ങനെ ആ ലെവലിലേക്ക് കയറി. വലിയൊരു അപകടത്തിന്റെ ഒരു ബസ് വന്നിട്ടുണ്ട് ഇവിടെ. 24 ആൾക്കാർ മരിച്ച സംഭവം. അത് നമ്മള് തമിഴ്നാട്ടിൽ ബോട്ടിൽ വെച്ച് അങ്ങനെ സംഭവിച്ചതാണ്. ഒരു 23 ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ വണ്ടി ഇവിടെ തന്നെ ഉണ്ടായിരുന്നത്. അത് നമ്മൾ വെള്ളിയാലത്തിൽ എടുത്തിട്ടുണ്ട്. അത് അവിടെ കിടക്കുന്നുണ്ട്, കണ്ടിട്ടുണ്ടാവും. വരുമ്പോൾ തന്നെ കാണുന്നതാ. നിലവിൽ പട്ടാമ്പിക്കടുത്ത് കണ്ണൂരിലെ ഒഴിഞ്ഞ പറമ്പിലാണ് ബസ് പൊളിക്കുന്നതിനായി എത്തിച്ചത്. ഈ ബസ്സിന് പുറമെ ഉപയോഗമില്ലാത്ത വേറെയും KSRTC ബസ്സുകൾ പൊളിക്കുന്നതിനായി കൊണ്ടുവന്നിട്ടുണ്ട്. നേരത്തെ 21 പേരുടെ മരണത്തിനിടയായ കരിപ്പൂർ വിമാന ദുരന്തത്തിലെ എയർ ഇന്ത്യ വിമാനവും പട്ടമ്പി ഓങ്ങല്ലൂരിലെ സ്ക്രാപ്പ് വ്യാപാര കേന്ദ്രത്തിൽ എത്തിച്ചതാണ്. ബസ് പൂർണ്ണമായി പൊളിക്കുന്നതോടെ മലയാളികൾക്ക് മറക്കാൻ കഴിയാത്ത മറ്റൊരു ദുരന്ത ചരിത്രത്തിന്റെ ബാക്കി പത്രം കൂടി ഓർമ്മയാകും. ന്യൂസ് 18 പട്ടാമ്പി. രാവിലെയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാവിലെ, നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നാളെ വീണ്ടും കാണാം. ഇടവേളയ്ക്ക് ശേഷം കാണാം പോലീസ് പട്രോൾ. നമസ്കാരം.